ഖുറാനില് 3 തവണ, അതായത് ദിവസത്തിന്റെ ആരംഭത്തിലും ദിവസത്തിന്റെ അവസാനത്തിലും ദിവസത്തിന്റെ മധ്യഭാഗത്തും നിങ്ങൾ നിസ്കരിക്കണമെന്ന് ഖുറാനിൽ ഒരു വചനമുണ്ട്. അത് ഞാൻ വായിച്ചിട്ടുള്ളതാണ്. പക്ഷേ 5 നേരം എന്നുള്ളത് ഖുറാനിൽ എവിടെയുമില്ല. പിന്നെ ഇതൊരു പൊട്ടക്കഥയുടെ ബാക്കി പത്രമാണെന്ന് നമുക്കറിയാം. ഞാൻ ആ കഥ വായിച്ചിട്ടുള്ളതാണല്ലോ. അതായത് ഒരു കഴുതയുടെ ശരീരവും, കഴുതയ്ക്കും കുതിരയ്ക്കും ഇടയ്ക്ക് സൈസുള്ള ഒരു ശരീരവും ചിറകുകൾ ഉള്ളതും ഒരു സ്ത്രീയുടെ മുഖവും, സ്ത്രീയുടെ മറ്റു ഭാഗങ്ങളുണ്ടോന്നറിയില്ല, സ്ത്രീയുടെ മുഖവും ഉള്ള ഒരു മൃഗത്തിന്റെ പുറത്ത് കയറ്റിക്കൊണ്ടുപോയി ജിബ്രീൽ. എന്നിട്ട് ഈ മൃഗം പറക്കുകയാണ്. ആകാശ സഞ്ചാരം, അതായത് സ്വർഗയാത്രയ്ക്കുള്ള വാഹനമാണ് കഴുത പോലത്തെ ഒരു മൃഗം. അതേസമയം ജബ്രീല് ഈ മൃഗത്തിന് മുകളിൽ ഇങ്ങനെ പറക്കുകയാണ്. ജബ്രീലിന് കൈ പിടിച്ചാൽ പോരായിരുന്നോ? ഇദ്ദേഹത്തെ അങ്ങ് പറത്തിക്കൊണ്ട് പോകാമായിരുന്നല്ലോ. ജിബ്രീലിന് 600 ചിറകുണ്ടെന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 600 ചിറകുകൾ ജിബ്രീലിനുണ്ട് പോലും. അപ്പൊ ഒരു ചിറകിന്റെ മുകളിൽ കയറ്റിയിരുത്തിയാ പോരായിരുന്നു. അപ്പോ ഈ അപസർപ്പക കഥകളെ പോലെ കഥകൾ മെനയാന് ഇയാൾക്കുണ്ടായിരുന്ന കഴിവ് അപാരം തന്നെ. അതും കൂട്ടിയിണക്കി, പല കഥകളും കൂട്ടിയിണക്കി. ഇത് പണ്ടത്തെ പേർഷ്യക്കാരുടെ കഥ, അവരുടെ ചരിത്രത്തിലെ അല്ല, അവരുടെ വേദത്തിലെ ഒരു കഥയാണ്. ഇങ്ങനെയുള്ള സ്ത്രീ അതേ എടുത്തിട്ട് ഇവിടെ ഞാന് രാത്രി ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത്, അത് ഒരു കഥയിൽ പറയുന്നത് ഇദ്ദേഹം രാവിലെ ഉറക്കമുണർന്ന് ഇങ്ങനെ ഞാൻ പോയിരിക്കുകയായിരുന്നു, രാത്രിയിൽ എന്നെയും കൊണ്ടുപോയി എന്ന് പറഞ്ഞു എന്നാണ്. വേറൊരിടത്ത് പറയുന്നത് വേറെ ഏതോ ഒരു സ്ത്രീയുടെ വീട്ടിൽ പോയിട്ട് അവരുടെ മടിയിൽ കിടന്ന് ഉറങ്ങി. ആ സ്ത്രീ ആണെങ്കിൽ മുഹമ്മദിന്റെ തലയിലെ പേൻ നോക്കുന്ന ശീലം ഉണ്ടായിരുന്നു അവർക്ക്. അപ്പൊ അവരുടെ വീട്ടിൽ പോയി ആഹാരം കഴിച്ച് നല്ല ഒരു ഉറക്കം ഉറങ്ങും പുള്ളി. ആ സ്ത്രീ ആ സമയത്ത് തലയിലെ പേൻ എടുത്തോണ്ടിരിക്കും. അങ്ങനെ ഉറങ്ങി എണീറ്റ സമയത്ത് ഈ സ്ത്രീയോടാണ് പറയുന്നത്, ഞാനൊരു സ്വപ്നം കണ്ടു എന്നും പറഞ്ഞിട്ട് ഈ കഥ മുഴുവൻ പറഞ്ഞപ്പോ ഈ സ്ത്രീ, എന്നിട്ട് ഇദ്ദേഹം തിടുക്കപ്പെട്ട് പുറത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. ഈ കഥയൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചതിന് ശേഷം തിടുക്കപ്പെട്ട് ഞാനിത് പോയിട്ട് മക്കയില്, അതായത് മോസ്കിൽ പോയിട്ട് എല്ലാരോടും പറയാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങിയ സമയത്ത് ഈ സ്ത്രീ, ഈ ഏതോ ഒരാളുടെ ഭാര്യയാണ് കേട്ടോ, ആ സ്ത്രീ ഇയാളുടെ വസ്ത്രത്തിന്റെ അഗ്രം പിടിച്ച് വലിച്ചിട്ട് പറഞ്ഞു, നബിയേ പോകല്ലേ, ഇത് പറയല്ലേ. അവര് ഒരുപാട് ബെഗ് ചെയ്യാണ്, പോകല്ലേ, പറയല്ലേ. കാരണം അവർക്കറിയാം നാണക്കേടാകും, ആൾക്കാർ ചിരിക്കും. പക്ഷേ ഇദ്ദേഹം ഇല്ല, ഞാൻ ഇപ്പൊ പോയി പറയാന്നും പറഞ്ഞിട്ട് പോയിട്ട് അവിടെയൊക്കെ പറഞ്ഞു, ആൾക്കാരോടൊക്കെ പറഞ്ഞു. എല്ലാവരും നല്ല ഒരു ചിരി ചിരിച്ചു. അബൂബക്കർ മാത്രം ഇത് പറഞ്ഞിട്ട് അങ്ങ് വിശ്വസിച്ചു. അപ്പൊ അബൂബക്കറിനൊരു പുതിയ പേര് കൊടുത്തു, അബൂബക്കർ സിദ്ദിഖ്, വിശ്വസ്തനാണത്രേ. അതായത് പറഞ്ഞ കാര്യമൊക്കെ അങ്ങോട്ട് വിശ്വസിച്ചു. ഈ പോഷത്തരമൊക്കെ വിശ്വസിക്കാൻ പറ്റിയ ആളായിരുന്നു അബൂബക്കർ. അങ്ങനെ സിദ്ദിഖായി അയാള്. അങ്ങനെ ആണ് ഈ കഥ പ്രചരിക്കാൻ തുടങ്ങിയത്. അന്നത്തെ കാലത്ത് ആരും ഈ കഥയെ സീരിയസ് ആയിട്ട് എടുത്തില്ല. പക്ഷെ ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കുന്നത് ആരാണ്? പിന്നീട് വന്ന ആൾക്കാര്. അവിടെ അള്ളാഹു പറഞ്ഞു 5 തവണ നിസ്കരിക്കണം എന്ന് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ഇപ്പോ ലോകമെമ്പാടുമുള്ളവര് 5 നേരം തലകുത്തി നിന്ന് ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? കാബയിലിരിക്കുന്ന കല്ലിന് നേരെ നോക്കിക്കൊണ്ട്. അള്ളാഹു ഇരിക്കുന്നത് എവിടെയാണ്? അള്ളാഹു ഇരിക്കുന്നത് ഈ 7ാം ആകാശത്താണല്ലോ ഇദ്ദേഹം പോയി കണ്ടത്. ഈ അള്ളാഹുവിനെ മുഹമ്മദ് പോയി സന്ദർശിച്ചത് ഈ ആകാശയാത്രയ്ക്ക് പോയപ്പോ 7ാം ആകാശത്താണ്. 1, 2, 3, 4, 5, 6 ഒക്കെ ഇരിക്കുന്നത് ഓരോ നബിമാരാണ്. ആദാം നബിയെ പറ്റി നല്ല തമാശയാണ്. അവിടെ ചെല്ലുമ്പോ ആദാം നബിയെ കാണുമ്പോ മുഹമ്മദ് നോക്കുമ്പോ ഇടത്തോട്ട് നോക്കി കരയും, വലത്തോട്ട് നോക്കി ചിരിക്കും. ഇടത്തോട്ട് നോക്കി കരയും, വലത്തോട്ട് നോക്കി ചിരിക്കും. ഇടത്തോട്ട് നോക്കി കരയും, വലത്തോട്ട് നോക്കി ചിരിക്കും. അപ്പോ ജിബ്രീലിനോട് ചോദിച്ചു, ഇയാൾ ആരാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇത് ആദമാണ്. ഇയാൾ എന്തിനാണ് ഇടത്തോട്ട് നോക്കി കരയുകയും വലത്തോട്ട് നോക്കി ചിരിക്കുകയും ചെയ്യുന്നത്? അപ്പൊ ജിബ്രീൽ പറഞ്ഞു കൊടുക്കുകയാണ്, ഇടത്തുഭാഗത്ത് അയാൾ നോക്കുമ്പം കാണുന്നത് നരകത്തിലേക്കുള്ള തന്റെ സന്താനങ്ങളെയും, അപ്പൊ അത് കാണുമ്പോ കരയും. വലത്തോട്ട് നോക്കുമ്പോ സ്വർഗത്തിലേക്കുള്ള തന്റെ സന്താനങ്ങളെയും അത് കാണുമ്പോ അദ്ദേഹം ചിരിക്കും. അപ്പൊ ഈ ആദാം ഈ 1ാം ആകാശത്തിലെ ഏറ്റവും താഴത്തെ ആകാശത്തിൽ ഇരുന്നുകൊണ്ട് ഇതാണ് പണി.
ഇടത്തോട്ട് നോക്കി കരയുക, വലത്തോട്ട് നോക്കി ചിരിക്കുക. ഇടത്തോട്ട് നോക്കി കരയുക, വലത്തോട്ട് നോക്കി ചിരിക്കുക. നല്ല ടൈം പാസ് അല്ലേ? ഈ ആദാമിനെ ഇവര് വല്ല മെന്റൽ ആശുപത്രിയിലും കൊണ്ടാക്കണം. ഇന്നത്തെ കാലത്താണെങ്കിൽ വല്ല മെന്റൽ അസൈലത്തിലും കിടന്നേനെ. ഇടത്തോട്ട് നോക്കി കരയുക, വലത്തോട്ട് നോക്കി ചിരിക്കുക. അപ്പൊ ഇങ്ങനത്തെ അപസർപ്പക കഥകളൊക്കെ ഉണ്ടാക്കാൻ ഇയാളെ കൊണ്ടല്ലാണ്ട് വേറെ ആരെ കൊണ്ട് പറ്റുമോ? അതുപോലെ തന്നെ ഞാനിപ്പോ ഒരു കഥ ഓർക്കുകയാണ്, ഒരു ഹദീസ് ഓർക്കുകയാണ്. ഈ ആദാമിനെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് അള്ളാഹു ഒരു പണി ചെയ്തു. അവന്റെ ഇടത്തെ തോളിൽ നിന്ന് ഉറുമ്പിനെ പോലെ അല്ലെങ്കിൽ ചിതലിനെ പോലെ കറുത്ത നിറമുള്ള മനുഷ്യരെ ഉരുവാക്കി. ഇടത്തെ തോളിൽ നിന്ന് കറുത്ത നിറമുള്ള ചിതലിനെ പോലെ ഇങ്ങനെ മനുഷ്യർ ഇറങ്ങി ഇറങ്ങി വന്നു പോലും ഇടത്തെ തോളിൽ നിന്ന്. അത് അള്ളാഹു ഒരൊറ്റ അടി അടിച്ചിട്ടാണ്. അള്ളാഹു ഇടത്തെ തോളിനിട്ടൊരു അടി അടിച്ചു. അടിച്ചപ്പോ ഇതാ ചെതല് പോലെ കറുത്ത മനുഷ്യർ വന്നു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ദീസ് ആർ ഫോർ ഹെൽ ആൻഡ് ഐ ഡോണ്ട് കെയർ. ഇതെല്ലാം നരകത്തിലേക്കുള്ളവരാണ്, ആൻഡ് ഐ ഡോണ്ട് കെയർ. എനിക്ക് അതിനെപ്പറ്റി ഒരു ബോധറേഷൻ ഇല്ല. അത് കഴിഞ്ഞിട്ട് ഒരൊറ്റ അടി വെളുത്ത തോളിലേക്ക് അടിച്ചു. അപ്പൊ ഇതാ വെളുത്ത ചിതലുകളെ പോലെ വെളുത്ത മനുഷ്യർ ഇറങ്ങി വന്നു. അങ്ങനെയാണ് വെളുത്ത വർഗവും കറുത്ത വർഗവും ഉണ്ടായത്. അപ്പൊ വെളുത്ത വർഗക്കാർ ഇങ്ങനെ ഇറങ്ങി വന്നപ്പം അള്ളാഹു പറഞ്ഞു, ദീസ് ആർ ഫോർ ഹെവൻ ആൻഡ് ഐ ഡോണ്ട് കെയർ. ഇത് ഈ വല്ല നഴ്സറി റൈമിന് കൊള്ളാം ഇങ്ങനത്തെ വരികളൊക്കെ. അങ്ങനെ വെളുത്ത മനുഷ്യരെ എല്ലാം സ്വർഗത്തിലേക്കും കറുത്ത മനുഷ്യരെ എല്ലാം നരകത്തിലേക്കും സൃഷ്ടിച്ചിട്ട് ആദാമിനെ അവിടെ ഒരു ബൊമ്മക്കുട്ടിയെ പോലെ ഇരുത്തിയിരിക്കുക. കറുത്തവരെ നോക്കി കരയാനും വെളുത്തവരെ നോക്കി ചിരിക്കാനും, കറുത്തവരെ നോക്കി കരയാനും വെളുത്തവരെ നോക്കി ചിരിക്കാനും. ഇതാണ് നമ്മുടെ അള്ളാഹുവിന്റെയും ആദം നബിയുടെയും സ്ഥിതി. ഇതാണ് ഒന്നാം ആകാശത്തിൽ കണ്ടത്. ഇങ്ങനെ മേലോട്ട് പോയി കഴിഞ്ഞാൽ ഓരോരിടത്ത് ഓരോ തമാശാണ്. ഇങ്ങനത്തെ ഒരു യാത്രയും കഴിഞ്ഞ് വന്നിട്ട് ഇദ്ദേഹം പറഞ്ഞതാണ്, 7ാം ആകാശത്ത് ചെന്ന് കഴിഞ്ഞപ്പം അവിടെ അള്ളാഹുവിനെ കണ്ടുമുട്ടി. അള്ളാഹുവിനെ കണ്ടിട്ട് അള്ളാഹു എന്നോട് അള്ളാഹു എന്ത് പറഞ്ഞു എന്ന് നേരിട്ട് പറയുന്നില്ല. തിരിച്ചു വരുമ്പോ അള്ളാഹുവിന്റെ കൽപ്പനയും വാങ്ങി തിരിച്ചു വന്നപ്പം മൂസാ നബി അവിടെ നിന്നുണ്ട് കാലിന് തടയിട്ടു. അവിടെ നിക്ക് പോകാൻ വരട്ടെ മുഹമ്മദേ, നീ അവിടെ നിക്ക്, എന്താ നിന്നോട് പറഞ്ഞത് അള്ളാഹു എന്ന് ചോദിച്ചു മൂസാ നബി. മൂസാ നബിക്ക് എല്ലാ കാര്യത്തിലും ഇടപെടുന്ന സ്വഭാവമാണ്. അങ്ങോട്ട് വിട്ടാ മതിയായിരുന്നു. ഈ മൂസാ നബിക്ക് വല്ല ആവശ്യമുണ്ട് അവിടെ തടയിടണ്ടേ? പോട്ടെ, എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ എന്ന് വിചാരിച്ചാ മതിയായിരുന്നു. ഈ 50 നേരത്തെ നിസ്കാരം കൊണ്ട് വന്നിട്ട് അപ്പൊ ഇങ്ങനെ കാലിന് തടയിട്ട് അവിടെ നിർത്തിയിട്ട് അവിടെ നിൽക്കും മുഹമ്മദേ, എന്താ പറഞ്ഞത് അള്ളാഹു നിനക്ക് എന്ത് കൽപ്പന തന്നെന്ന് ചോദിച്ചു. അപ്പോ എന്നോട് പറഞ്ഞു ദിവസം 50 നേരം നിസ്കരിക്കാനായിട്ട് അള്ളാഹു പറഞ്ഞു എന്ന്. അപ്പൊ ഉടനെ നീ തിരിച്ചു പോ, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. നീ പോ, മനുഷ്യരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലോ ആണോ ഇത്, നീ പോയിട്ട്. അപ്പൊ അള്ളാഹുവിനെ തിരുത്താനായിട്ട് മൂസാ നബി പറയുകയാണ്, അള്ളാഹു എന്താ ഇത് ബുദ്ധിയില്ലാണ്ട് 50 നേരം മനുഷ്യരെ കൊണ്ട് നിസ്കരിക്കാൻ പറ്റും? ആകെ കൂടി 24 മണിക്കൂറേ കൊടുത്തിട്ടുള്ളൂ ഒരു ദിവസം. 24 മണിക്കൂർ കൊടുത്തത് കാര്യം അള്ളാഹു മറന്നുപോയോ? അള്ളാഹു എന്തിനാണ് ഈ അതിൽ 50 നേരം എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ കൂടുമ്പോ, അരമണിക്കൂർ പോലും ഇല്ല, അതിനു മുമ്പ് ഒരു 25 മിനിറ്റ് ആകുമ്പോഴത്തേക്കും അടുത്ത നിസ്കാരം തുടങ്ങണം. ഉടനെ തിരിച്ചു കേറിപ്പോ, കുറച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ കുറച്ചുകൊണ്ട് വന്നപ്പോ 5ഉം 10 കുറയ്ക്കുക, താഴേക്ക് വരിക. വീണ്ടും മൂസാ നബി അവിടെ കാലിട്ട് പിടിക്കും. എന്താ പറഞ്ഞത്, എത്ര തവണ കുറച്ചു? 5 തവണ കുറച്ച് തന്നു. അതൊന്നും പറ്റില്ല, നീ പോ. ഇങ്ങനെ 5ഓ 10ഓ തവണ തിരിച്ചയച്ചു. അവസാനം 5ലെത്തി. അവിടെ ചെല്ലുമ്പോ അള്ളാഹു പറയും, എന്നാ ശരി 5 കുറച്ചു തരാം, 10 കുറച്ചു തരാം, ഇങ്ങനെ പറയത്തുള്ളൂ. എന്നാ ഇയാള് വാതിർന്ന് പറയണ്ടേ, ഒരു വേണമെങ്കിൽ 2 നേരം നിസ്കരിക്കുക, അല്ലെങ്കിൽ 3 നേരം നിസ്കരിക്കുക, ഞങ്ങളെ കൊണ്ടതേ പറ്റുള്ളൂ എന്ന് വാതിർന്ന് പറയോ? ഇല്ല. ഈ ബുദ്ധിയില്ലാത്ത അള്ളാഹു വെറും 24 മണിക്കൂർ ദിവസം ഉണ്ടാക്കിയിട്ട് 50 നേരം, അതും ഈ കുമ്പിട്ട് നിസ്കരിക്കണമെങ്കിൽ കുറച്ച് സമയമൊക്കെ വേണം. അവസാനം 5 നേരം നിസ്കാരമാക്കിക്കൊണ്ട് വന്നപ്പോ മൂസാ നബി അവിടെയും തടയിട്ടു. ഈ 5 നേരമൊന്നും പറ്റുന്ന കാര്യമല്ല, നീ പോയിട്ട് തിരിച്ച് അത് 2ഓ മറ്റോ ആക്കിക്കൊണ്ട് വാ എന്നും പറഞ്ഞ് തിരിച്ചു വിടാൻ നിന്നപ്പോ മുഹമ്മദ് പറഞ്ഞു, എനിക്ക് നാണക്കേടാണ്, എത്ര തവണയാന്ന് വെച്ചിട്ടാ ഞാനിതിങ്ങനെ മേലോട്ട് കീഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, എനിക്ക് നാണക്കേടാണ്.
ഐ ആം അഷെയിംഡ്. അതുകൊണ്ട് ഞാൻ പോയിട്ട് എൻ്റെ ആൾക്കാരനെ കൊണ്ട് 5 തവണ തലകുത്തി നിന്ന് നിസ്കരിപ്പിച്ചോളാം എന്നും പറഞ്ഞിട്ട് മേടിച്ചോണ്ട് വന്നതാണ് ഈ 5 നേരത്തെ നിസ്കാരം. അതാണിപ്പോ ഈ ലോകമെമ്പാടുമുള്ള 1.5 ബില്യൺ എത്രയാണ് 1.5 ബില്യണോളം മുസ്ലിങ്ങള് ഈ തലകുത്തി നിന്ന് നിസ്കരിക്കുന്നതിന്റെ രഹസ്യം ഇങ്ങനെ ഉണ്ടായതാണ്. ഈ മൂസാ നബിയെ അല്ലേ നമ്മള് ഇതിന് കുറ്റം പറയേണ്ടത്? മൂസാ നബി അന്ന് പറഞ്ഞിരുന്നെങ്കിൽ അല്ല നീ പോകണം, പോയിട്ട് 1 നേരോ 2 നേരോ ആക്കിക്കൊണ്ട് വാ എന്ന് പറഞ്ഞിരുന്ന, അങ്ങ് നിർബന്ധം പിടിച്ചിരുന്നെങ്കിൽ ഇവർക്ക് ഈ ബുദ്ധിമുട്ട് വരില്ലായിരുന്നു. പക്ഷെ നന്നായി പോയി, 5 നേരം കിടന്ന് തലകുത്തി മറിയട്ടെ. ഈ നിസ്കാരത്തിന് എന്തു ഫലം, ഇതെന്തിനാണ് നിസ്കരിക്കുന്നത് എന്നൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ടല്ലോ എത്രയോ പേരോട്. ഒരൊറ്റ ആൾക്ക് ഉത്തരമില്ല. ഈ 5 നേരത്തെ എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പൊട്ടക്കഥയല്ലാതെ വേറെ ഒരൊറ്റ ആയത്തോ ഒന്നുമില്ല, ഖുറാനിലില്ല, ഹദീസുകളിലും ഈ ഒരു കഥയല്ലാതെ വേറൊരിടത്തും ഈ കഥയില്ല. അപ്പൊ ഇവരുടെ സകലവിധ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇങ്ങനെയുള്ള പൊട്ടക്കഥകളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ താഴെ ഇരുന്നോണ്ട് മെഴുകുന്നവർ വന്ന് മേലെ വന്ന് പറയൂ, ഞങ്ങൾക്ക് അടിസ്ഥാനമുണ്ട്, ആധാരമുണ്ട്, അള്ളാഹു ഞങ്ങൾക്ക് ആയത്തിറക്കി തന്നു 5 നേരം നിസ്കരിക്കാൻ ഇന്നിന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വന്ന് പറയൂ, കാണിച്ചു തരൂ, ഞങ്ങൾ വിശ്വസിക്കാം. അറിയാമോ, ഇസ്ലാമിലെ നമസ്കാരം എന്ന് പറഞ്ഞത് മനുഷ്യന്റെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും, കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, നിഖില മേഖലകളിലും മനുഷ്യനെ സംസ്കരിക്കുന്നതിന് വേണ്ടിയും ജനങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയും ജനങ്ങളുടെ ഭൗതികവും ആത്മീയവുമായ മോചനത്തിന് വേണ്ടിയുമാണ് നമസ്കാരം നിലനിർത്തിയിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് പറയുന്നു, നിങ്ങൾ നമസ്കാരം മുറപ്രകാരം നടത്തുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ഖുർആനിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു, വജ്ഹത്തു വജ്ഹിലില്ലദീ ഫത്തറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി, സ്വലാത്ത് എന്ന് പറഞ്ഞ നമസ്കാരമാണ്, ഇന്ന സ്വലാത്തി വനുസുക്കി, എന്റെ ജീവിതവും മഹിയായ മത്തി, എന്റെ മരണവും എല്ലാം നിനക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമസ്കാരത്തിന്റെ സ്റ്റാർട്ടിങ് പോലും. ആ നമസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പള്ളികളിൽ ആളുകൾ ഒരുമിച്ച് കൂടുകയും ആ നമസ്കാരത്തെ തോളോട് തോളിരുന്ന് നമസ്കരിക്കുകയും ആ നമസ്കാരത്തിന് ശേഷവും മുമ്പും അവരുമായിട്ട് കുശല പ്രശ്നം നടത്തുകയും മനുഷ്യന്റെ ഭൗതിക പ്രശ്നങ്ങൾ പരിഹാരം കാണുന്നതിനും വേണ്ടിയാണ് നമസ്കാരം. അതാണ് പറഞ്ഞ അവന്റെ ജീവിതവും അവന്റെ മരണവും അവന്റെ പ്രവർത്തനവും എല്ലാം ദൈവത്തിന് വേണ്ടിയാണ്. ആ ദൈവത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ അവൻ കച്ചവടക്കാരനാണെന്നുണ്ടെങ്കിൽ പള്ളിയിൽ നിന്ന് ഇറങ്ങി പുറത്തു പോയാൽ സത്യസന്ധമായി കച്ചവടം ചെയ്യണം. നിങ്ങൾ ചെയ്യും പോലെ കള്ള് കച്ചവടം ചെയ്യാൻ പറ്റൂല, നിങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്യും പോലെ പലിശ കച്ചവടം ചെയ്യാൻ പറ്റൂല, അത് അനുവദിച്ച് തന്നിട്ടില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒന്നാണ് നമസ്കാരം. കള്ളക്കടത്ത് നടന്നാമോ? മലദ്വാരം ഗോൾഡ് കൊണ്ടുവരാമോ? കള്ളക്കടത്ത് കള്ളക്കടത്ത് നടത്താമോ? തല വെട്ടാമോ? കയ്യും കാലും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെട്ടാമോ? വ്യഭിചാരം, ഇത് എല്ലാം നിങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ ഇസ്ലാം അതൊന്നും അനുവദിച്ചിട്ടില്ല. മുത്ത അലൗഡാണ്. മനസ്സിലായില്ലേ? അപ്പൊ അത് ഒരു കാര്യം പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഇടപെടരുത്. ഞാൻ നിർത്തുമ്പോൾ നിങ്ങൾ തുടങ്ങാം. നിങ്ങൾ എന്തിനാ പറയുന്നത് ഞങ്ങൾക്ക് മദ്യപാനം അലൗഡാണെന്ന്? എന്തിനാ പറഞ്ഞത്? മദ്യത്തിന്റെ ഹോർസ്. താജുദ്ദീൻ ഭായ് പ്ലീസ് 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 ഒന്ന് മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. താജുദ്ദീൻ, ഞാൻ ആദ്യം താജുദ്ദീനെ തന്നെയാണ് വിളിച്ചത്. ഇവിടെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയൂ. വേറെ നമ്മൾ എന്തിനാ കാട് കയറി പോകേണ്ട ആവശ്യമില്ലല്ലോ. അത് നമുക്ക് അടുത്തൊരു സബ്ജക്റ്റ് ആക്കി എടുക്കാം. ഞങ്ങൾക്ക് എന്തൊക്കെയാണുള്ളത്, ഞങ്ങൾക്ക് ഈ താങ്കൾ പറഞ്ഞതൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് അടുത്തൊരു സബ്ജക്റ്റ് ആക്കി എടുത്ത് സംസാരിക്കാം. ഇപ്പൊ താങ്കൾ താജുദ്ദീൻ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രാർത്ഥന ഞങ്ങളുടെ ബൈബിളിൽ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അതൊക്കെ നോക്കാം. അത് നമുക്ക് അടുത്തൊരു സബ്ജക്റ്റ് ആണ്. അപ്പൊ താജുദ്ദീൻ പറയുക, താജുദ്ദീൻ ഇപ്പോ പറഞ്ഞ ഈ കാര്യങ്ങൾക്ക് ഏത് റെഫറൻസ് വെച്ചാണ് താങ്കൾ പറഞ്ഞത്? മുറ പോലെ നമസ്കരിക്കുക. എന്താണ് നമസ്കാരത്തിന്റെ മുറ? എവിടെയാണ് ഖുർആനിൽ 5 നേരം നിസ്കരിക്കണം എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്? ഇതൊക്കെ താങ്കൾ ഒന്ന് കാണിച്ചു തരൂ. അതല്ലേ താങ്കൾ ചെയ്യേണ്ടത്. അതല്ലാതെ രാജ എന്താ പറയാ പറഞ്ഞോളൂ. അല്ല, നമ്മൾ ഈ താജുദ്ദീനൊക്കെ സംസാരിക്കാൻ സമയം കൊടുക്കണം. കാരണം എന്താന്ന് വെച്ചാല് ഇവര് ഭയങ്കരമായിട്ടുള്ള മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഇവരുടെ ഖുറാനിലുള്ള സത്യങ്ങളൊക്കെ നമ്മൾ വിളിച്ചു പറയുമ്പോൾ
ഇവർക്ക് മാനസികമായിട്ട് അത് വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഔട്ട്ലെറ്റ്, ലീസിസ്റ്ററെ, അവർക്കൊരു ഔട്ട്ലെറ്റ് കൊടുക്കണം. അവർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, അവർക്കൊരു ഔട്ട്ലെറ്റ് കൊടുക്കണം. കാരണം അത്ര മാനസിക സമ്മർദ്ദമാണ് അവർ അനുഭവിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, ചെറുപ്പം തൊട്ടേ ഇത് വലിയ സംഭവമാണെന്നൊക്കെ വിചാരിച്ചു വെച്ചിട്ടുള്ള ഒരു ബുക്ക് വെറും ഈ കുത്തുപുസ്തകത്തിനെക്കാട്ടിലും മോശം ഒരു പുസ്തകമാണെന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോൾ അവർ എത്രത്തോളം മാനസിക പീഡനം അനുഭവിക്കും. അപ്പൊ അത് അവര് പറഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, താജുദ്ദീനെ എവിടെയെങ്കിലും ഒരു നല്ല കൗൺസിലറെ പോയി കണ്ടിട്ട് നല്ലൊരു കൗൺസിലിംഗ് എടുക്കുക, അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ പോയി കണ്ടിട്ട്, സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ ആരെങ്കിലും കുറച്ചും കൂടി മുന്തിയ കേസ് ആണെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ തന്നെ പോയി കാണണം കേട്ടോ. സൈക്കോളജിസ്റ്റിനെ കണ്ടാലും ചിലപ്പോൾ ഇത് പോരാഞ്ഞിട്ട് വരും, ശരിക്കും മെഡിക്കേഷൻ തന്നെ വേണ്ടി വരും. അപ്പൊ നമുക്ക് പറ്റാവുന്നത് എന്താന്ന് വെച്ചാല് നമ്മൾ ഇവരെ സംസാരിക്കാൻ അങ്ങോട്ട് സമ്മതിക്കുക. കുറച്ച് മാനസിക പ്രശ്നങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു തീർക്കട്ടെ. ഈ തുറന്നു പറയുമ്പോ കുറെ മാനസിക സമ്മർദ്ദം കുറഞ്ഞു കിട്ടും. അത് ഒന്ന് നമ്മളും കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. അല്ലെങ്കിൽ താജുദ്ദീനെ ഒരു ക്ലോസ് റൂം ഇട്ടിട്ട്, ചിലവര് എന്തെങ്കിലും ദേഷ്യം വരുമ്പോ ഇങ്ങനെ സ്വയം ഇട്ട് കത്തിയൊക്കെ എടുത്ത് കുത്തില്ലേ, എന്ന പോലെ ഒരു ക്ലോസ് റൂം ഇട്ടിട്ട്, അല്ലെങ്കിൽ താങ്കൾ തന്നെ ഒരു റൂം തുറന്ന് ഒറ്റയ്ക്ക് ഒരു റൂം തുറന്നിട്ട് നന്നായിട്ട് ചീത്ത പറയുക, മറ്റേ ക്രിസ്ത്യാനികളെയും മറ്റുള്ളവരെയൊക്കെ ചീത്ത പറയുക. അതുപോലെ കരയാനും കൂടെ ഒരു അവസരം, പൊട്ടിക്കരയാൻ കൂടെ ഒരു അവസരം കൊടുക്കാൻ അതൊക്കെ അതിനകത്ത് എന്തും ചെയ്യാം. ഈ വലിയ വലിയ കമ്പനികളൊക്കെ ഇത് ചെയ്യും. അവർക്ക് അവരുടെ തൊഴിലാളികളുടെ മറ്റേ അവരുടെ അതിൽ ജോലി ചെയ്യുന്നവരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ അതിനായിട്ട് ഒരു ചെറിയ ചെറിയ റൂമുകൾ വെച്ചിരിക്കുക. അപ്പൊ അതിനകത്ത് കയറി അവർക്ക് എന്ത് വേണേലും ചെയ്യാം. അവരുടെ ബോസിനെ ചീത്ത വിളിക്കാം, അല്ലെങ്കിൽ അവർക്ക് കരയാം, അവിടെ ഇടിക്കാം. ഈ പഞ്ചിങ് ബാഗുകളൊക്കെ അതിൽ വെച്ചിട്ടുണ്ടാവും, അപ്പൊ ഇടിക്കാം, ഇതൊക്കെ ചെയ്യാം. അപ്പൊ താജുദ്ദീൻ ഒരു കാര്യം ചെയ്യാം, അങ്ങനെ ഒരു ക്ലോസ് റൂം ഇട്ടിട്ട് ഈ ഈ ഈ പ്രശ്നം, താങ്കളുടെ ഈ മാനസിക സമ്മർദ്ദം മുഴുവൻ അവിടെ അങ്ങ് തീർക്ക് കേട്ടോ. കഴിഞ്ഞോ? ഇങ്ങനെയാണ് സംസാരിക്കുക. റൂമിൽ വരുമ്പോ ആൾക്കാരെ സംസാരിക്കാൻ വിടാതെങ്കിലും താജുദ്ദീനെ തന്നെത്താനെ പറഞ്ഞോളൂ. കാരണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ നിസ്കരിക്കാൻ കൂടുന്നത്, താജുദ്ദീൻ പറഞ്ഞത് ഞങ്ങളുടെ എല്ലാവരും ഒരുമിച്ച് കൂടുക, ആ ഒരുമിച്ച് കൂടുന്നതിൽ നമ്മുടെ ഭൗതികമായിട്ട് ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ ഒരുമിച്ച് കൂടി 4 എത്രയാണ്, 102 പറയുന്ന പ്രകാരം നിസ്കാരം. വളച്ചൊടിച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണെങ്കിൽ ആർക്കും ഞാൻ റൂമിൽ വായിക്കാം, ആർക്കും സംസാരിക്കാം. ഞാൻ വായിക്കാം, കേട്ടോളൂ. ഇത് വായിക്കട്ടെ, അതായത് ഞാൻ പറയട്ടെ, എന്റെ ചോദിച്ച അല്ല, ഞാൻ ഞാൻ പറയട്ടെ. വായിക്കാം. 104-102 കേട്ടോളൂ. നീ അവരുടെ കൂട്ടത്തിലുണ്ടായിരിക്കുകയും അവർക്ക് നേതൃത്വം നൽകിക്കൊണ്ട് നമസ്കാരം നിർവഹിക്കുകയുമാണെങ്കിൽ അവരിൽ ഒരു വിഭാഗം നിന്റെ കൂടെ നിൽക്കട്ടെ. അവർ അവരുടെ ആയുധങ്ങൾ എടുക്കുകയും ചെയ്യട്ടെ. കേട്ടോണ്ടിരിക്കുന്നവർ നിങ്ങളെ വിലയിരുത്തൂലേ? ഇതിനെ കുറിച്ചൊക്കെ അല്ല, സംസാരിക്കുമ്പോ വിലയിരുത്തുന്ന ഒരു നിങ്ങൾ പറഞ്ഞ കാര്യം ആധികാരികമായിട്ട് സംസാരിക്കണ്ടേ? പറഞ്ഞോളൂ. എന്തെങ്കിലും പൊട്ടത്തരം വിളിച്ച് പറയല്ലേ? അത് 4-102 പറയണ എന്താണ്? യുദ്ധവേളയിൽ എങ്ങനെയാണ് ആ യുദ്ധവേള ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ നമസ്കാര ഖുർആനിൽ പറഞ്ഞിട്ട് എക്സസൈസ് പറഞ്ഞോളൂ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറയൂ എന്തിനു വേണ്ടിയാണ് ഈ നിസ്കരിക്കുന്നത്. ഇതപ്പോ അത് സമ്മതിച്ചല്ലോ. താജുദ്ദീൻ ഖുർആനിൽ പറയട്ടെ. നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം അച്ഛൻകുഞ്ഞ് സമ്മതിച്ചല്ലോ. താജുദ്ദീൻ ഭായ് സംസാരിച്ച് 1-2 മിനിറ്റ് എടുത്തോളൂ. അതിൽ ഈ സബ്ജക്റ്റുമായിട്ട് മാത്രം സംസാരിക്കുക. കാരണം ഇവിടെ ഞങ്ങൾ പറഞ്ഞത്, ലീസിസ്റ്റും പറഞ്ഞത്, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും നിസ്കാരം ചെയ്യണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന 5 നേരം കൃത്യസമയം വെച്ച് ബാങ്ക് വിളിച്ച് നിങ്ങൾ ഇപ്പൊ നിസ്കരിക്കുന്നുണ്ട്. ഈ 5 നേരം നിങ്ങൾ ഖുർആനിൽ ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ താങ്കൾ ഇവിടെ പറഞ്ഞത് കേൾക്കുക, അതനുസരിച്ച് താങ്കൾ പറഞ്ഞോളൂ. 2-3 മിനിറ്റ് എടുത്ത് പറഞ്ഞോളൂ, വേറെ എങ്ങോട്ടും പോകരുത്, പ്ലീസ് പറയൂ. ഓക്കെ, അതാണ് പറയുന്നത്. ഖുർആൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമസ്കാരത്തെ കുറിച്ച്. ഉലിൽ അംർ, ഖുർആനാണ്, വിശുദ്ധ ഖുർആൻ പറയാണ്. അതായത് നിങ്ങൾക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് തരുന്നതിന് വേണ്ടിയാണ് മുഹമ്മദ് നബിയെ നിയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, അവന്റെ പ്രവാചകനെ അനുസരിക്കുക. പ്രവാചകൻ എങ്ങനെയാണ് നമസ്കരിച്ച് കാണിച്ചു തന്നത്? 5 നേരം കൃത്യമായിട്ട് നമസ്കരിച്ച് കാണിച്ചു തന്നു. അതാണ് മുസ്ലിങ്ങളുടെ ഇപ്പം പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാനുള്ള സെൻസ് ശകലമെങ്കിലും ഇസ്ലാമിക ചരിത്രം പഠിക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. പ്രവാചകൻ എന്താണ് കാണിച്ചു തന്നത്? അതുമാണ് 5 നേരത്തെ നമസ്കാരം. അല്ല ഖുർആനിൽ എന്തൊക്കെ നമസ്കാരത്തിൽ എന്തെല്ലാം ഓതണം, എന്തെല്ലാം ഓതണ്ട, എന്തെല്ലാം സംസാരിക്കണ്ട എന്നൊന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല. അത് പറയുന്നത് മുഹമ്മദ് നബിയാണ്. മുഹമ്മദ് നബിക്കാണ് അത് പറയാനുള്ള അതോറിറ്റി ഉള്ളത്. ആ മുഹമ്മദ് നബി പറയുന്ന അനുസരിച്ചാണ് 5 നേരത്തെ നമസ്കാരം കൃത്യമായിട്ട് മുസ്ലിം സമൂഹം വളരെ ഭംഗിയായിട്ട് ലോക അവസാനം വരെ അവർ നടത്തിക്കൊണ്ടുപോയിരിക്കുന്നത്. ഇതിനപ്പുറം എന്ത് തെളിവ് വേണം നിങ്ങൾക്ക്?
അപ്പൊ ഓക്കെ കാര്യങ്ങളെ കുറിച്ച് താജുദ്ദീൻ. കൃത്യമായിട്ട് അറിഞ്ഞുകൂടെങ്കിൽ അത് നിങ്ങൾ വിഷയം അവതരിപ്പിക്കുമ്പോൾ തന്നെ താഴെ ഇരിക്കുന്നവർ മനസ്സിലാക്കും ഇദ്ദേഹത്തിന് ഇതിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാതെയാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞു നമസ്കാരം ഖുർആൻ പറഞ്ഞിട്ട് അള്ളാഹുവിന് മറന്നുപോയെന്ന്. ഇപ്പം അച്ഛൻ കുഞ്ഞേനെ അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, നമസ്കാരത്തിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അച്ഛൻ കുഞ്ഞേനെ പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്നെ ചോദ്യം ഇടുകയും ഉത്തരം പറയുകയും നിങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ല ഓക്കെ, ഖുറാനിൽ ഓക്കെ എവിടെ പറയുന്നത് ഒന്ന് ഇതുപോലെ? നോക്കിയത് ഖുറാനിൽ എവിടെ പറഞ്ഞ കൈ മടക്കുന്നതും കുമ്പിടുന്ന കേസൊക്കെ എവിടെ ഒരു മിനിറ്റ് പറഞ്ഞിരിക്കുന്നത്? അതാണ് സാജിദ് ഭായ് പ്രവാചകനാണ് കാണിച്ചു തരേണ്ടത്. സാജിദ് ഒരു മിനിറ്റ് അത് സാജിദ് ഭായ് പ്ലീസ് താങ്കൾ സംസാരിച്ച് മ്യൂട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയത്. ഏതായാലും താങ്ക് യു താജുദ്ദീൻ, താങ്കൾ എല്ലാം സമ്മതിച്ചു ഖുറാനിൽ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അള്ളാഹു പറഞ്ഞിട്ടില്ല. പക്ഷെ അത് മുഹമ്മദ്, അപ്പൊ അത് ഖുറാനിൽ ഇല്ല എന്ന ഞങ്ങളുടെ ആ ഒരു പ്രസ്താവന അതിനെ താങ്കൾ അംഗീകരിച്ചു, അതിനെ താങ്കൾ എന്താ പറയുക, അത് ഞങ്ങൾ പറഞ്ഞ് ശരിയാണ്, താങ്കൾ സമ്മതിച്ചു. താങ്ക് യു. ഇനി അടുത്തത്, ഇനി എവിടെയാണ് ഈ മുഹമ്മദ് 5 നേരം നിസ്കരിച്ച് അല്ലെങ്കിൽ ഈ സമയം 5 നേരം നിങ്ങൾ ഇങ്ങനെ നിസ്കരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ വലത്തോട്ട് നോക്കണം, ഇടത്തോട്ട് നോക്കണം, അല്ലെങ്കിൽ കുമ്പിടണം എന്നൊക്കെ മുഹമ്മദ് പഠിപ്പിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞു. എവിടെയാണ് അതിന്റെ റെഫറൻസ്? താങ്കൾ ഖുറാനിലെ ഒരു ആയത്ത് വായിച്ചു, റെഫറൻസ് നമ്പർ ഒന്നും പറഞ്ഞില്ല, വായിക്കുകയാണ് ചെയ്തത്. അത് ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനി താങ്കൾ റെഫറൻസ് വെച്ച് പറയണം. ഈ 5 നേരം മുഹമ്മദ് കാണിച്ചു തന്നു എന്ന് താങ്കൾ പറഞ്ഞു, എവിടെയാണത്? എന്റെ പൊന്ന് സഹോദര, സഹീൽ ബുഹാരി, മുസ്ലിം, തിർമിദി, ഇബ്നു മാജ, ബഹക്കി തുടങ്ങിയ ഹദീസ് ഗ്രന്ഥങ്ങൾ എടുത്താൽ നമസ്കാരത്തെ കുറിച്ചാണ് ഈ എല്ലാ ഗ്രന്ഥങ്ങളുടെയും ഫസ്റ്റിൽ വിവരിക്കുന്നത് നമസ്കരിക്കുന്നത് എങ്ങനെയാണെന്ന്. ഞാൻ ഈ പറഞ്ഞ 6 ഗ്രന്ഥങ്ങളിലും എടുത്താൽ ആദ്യത്തെ അതിന്റെ അധ്യായം തന്നെ നമസ്കാരമാണ്. ആ നമസ്കാരത്തിൽ ഞാൻ പറഞ്ഞു തീർന്നോട്ടെ പ്ലീസ്. ഈ നമസ്കാരം എങ്ങനെയാണെന്ന് താജുദ്ദീൻ ഭായ് പ്ലീസ്, ഞാൻ ആദ്യമേ പറഞ്ഞു, താങ്കൾ ആദ്യം ഖുറാനിലെ റെഫറൻസ് വായിച്ചപ്പോൾ റെഫറൻസ് പറഞ്ഞില്ല. ഓക്കെ, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു, അവിടെയുണ്ട്. എന്നാൽ ഇത് സഹീൽ ബുഖാരി, സഹി മുസ്ലിം എന്ന് പറയുന്ന കുറെ ഹദീസ് താങ്കൾ പറഞ്ഞു, റെഫറൻസ് നമ്പർ ഉണ്ടോ? ഞങ്ങൾക്ക് നോക്കാനാണ്, ഞങ്ങൾക്ക് പഠിക്കാനാണ് സഹോദര. അതുകൊണ്ടാ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നാളെ ചോദിക്കില്ല. അതുകൊണ്ടാ പറഞ്ഞത് ഏതാണ് ഒരു മിനിറ്റ് രാജാബ്രോ എന്തോ പറയുന്നത്. നിങ്ങളെ കയ്യിൽ താജുദ്ദീൻ ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് പ്ലീസ്. രാജ എന്തോ പറയാൻ വന്നിരുന്നു, പറഞ്ഞു. അതിനുശേഷം താജുദ്ദീൻ വേറെ ആരും ഇടയ്ക്ക് കയറിയത്. താജുദ്ദീൻ പറയുന്നത് ഖുറാനിലില്ല ഹദീസിലുണ്ടെന്നാണ്. പക്ഷെ നമുക്കറിയാം, ഈ ഹദീസുകൾ എടുക്കുമ്പോൾ ഖുറാന് വിരുദ്ധമായിട്ട് വരികയാണെങ്കിൽ ആ ഹദീസുകൾ തള്ളണം എന്ന് ഇവരെ എല്ലാവരും ഒന്നിച്ച് പറയുന്ന കാര്യമാണ്. നമ്മൾ ഏതൊരു ഹദീസ് എടുത്ത് കൊണ്ടുവന്നാലും അപ്പൊ പറയാം അത് ഖുറാന് വിരുദ്ധമാണ്, അതുകൊണ്ട് അത് തള്ളണം എന്ന്. എന്നാൽ ഞാൻ ഖുറാനില് 3 പ്രാവശ്യം ഹദീസ് എന്നുള്ളതിനെ തെളിവ് തരുന്ന എത്ര ഒരു 4ഓ 5ഓ വാക്യം തന്ന താജുദ്ദീൻ അത് വിശ്വസിക്കുക? 3 പ്രാവശ്യം മതി എന്ന് പറയുന്നത്. ഒന്ന് ഞാൻ വായിക്കാം. ഇതാ, ഒരു മിനിറ്റ്. 11:114 and establish regular prayer at the 2 ends of the day and at the approach of the night. അതായത് ദിവസത്തിന്റെ 2 അവസാനങ്ങളിലും രാത്രി തുടങ്ങുമ്പോഴും പ്രയർ വേണം. അത് 11:114. ഇനി അടുത്തത് ഒരു മിനിറ്റ്. ഇതാ 17:82 establish regular prayers at the sun's decline till the darkness of the night and the morning recitation. അങ്ങനെ 3 സമയം. മറ്റേ സണ്ണ് ഡിക്ലൈൻ ചെയ്യുമ്പോൾ till the darkness of the night and the morning recitation. ഇനി 2:238 guard strictly your prayer, especially the middle prayer, and stand before Allah in a devout time frame. അതിൽ അങ്ങനെ സമയം പറയുന്നില്ല. ഇനി ഒരെണ്ണത്തില് O ye who believe, let your slaves and those of you who had not come to puberty ask leave of you at 3 times before the prayer of the dawn, and when ye lay aside your raiment for the heat of the noon, and after the prayer of night. ഇനി അടുത്തത് 30 അങ്ങനെ ഒരുപാടുണ്ട്. 30:18 ഉണ്ട്. അങ്ങനെ കുറെ പറയുന്നുണ്ട്. മാത്രല്ല ഇത് കേട്ടിട്ട് ഇവരുടെ ഇസ്മായിലീസ് എന്ന് പറഞ്ഞ ഒരു വിഭാഗം ജനങ്ങളുണ്ട്. അതായത് ഇവരുടെ തന്നെ ഒരു സെക്റ്റാണ്, ഈ ഇസ്ലാമിലെ തന്നെ ഒരു സെക്റ്റാണ് ഇസ്മായിലീസ് എന്ന് പറയുന്നത്. അവര് 3 നേരെ നിസ്കരിക്കുകയുള്ളൂ. അപ്പൊ താജുദ്ദീനെ, നിങ്ങൾ ഈ ഹദീസുകൾ എടുക്കുമ്പോൾ അത് ഈ ഖുറാൻ വാക്യങ്ങൾക്ക് വിരുദ്ധമായി കഴിഞ്ഞാൽ നിങ്ങൾ അത് തള്ളണം. അത് നിങ്ങൾ പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിച്ചതാണ് അതൊക്കെ ഇത്രയും നാള്. കേട്ടോ രാജ, ഒരു കാര്യം മനസ്സിലാക്കുള്ള
ഖുർആനിന് വിരുദ്ധമായ ഹദീസുകൾ തള്ളണം എന്ന് പറയുന്നത് താജുദ്ദീൻ ഭായ് കേൾക്കുന്നില്ല. ആ ഹദീസുകൾ വൈഫായ ഹദീസുകളാണ്. അത് പറയപ്പെടുന്ന ഹദീസുകൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. സ്വഹിയായ ഹദീസുകളല്ല. സ്വഹിയായ ഹദീസ് ഇങ്ങനെ കാണിച്ചു തന്നത് മുഹമ്മദ് നബിയാണ്. സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് എത്ര കൊടുക്കണമെന്ന് പറഞ്ഞത് മുഹമ്മദ് നബിയാണ്. അതേപോലെ ഹജ്ജ് ചെയ്യണം, ഹജ്ജിൽ എന്തൊക്കെയാണ് പ്രാർത്ഥനകളുള്ളത് അത് മുഹമ്മദ് നബിയാണ് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ടാണ് ഞാൻ ഖുർആൻ ആയത്ത് ഓതിയത്. അള്ളാഹുവിനും അവന്റെ റസൂലിനും അള്ളാഹുവിനനുസരിക്കുക, അവന്റെ റസൂലിനെ അനുസരിക്കുക. ഉലിൽ അംറ്, കൈകാര്യകർത്താക്കളായ നിങ്ങളെ നേതാക്കളെയും അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകനാണ് കാര്യങ്ങൾ കാണിച്ചു തരേണ്ടത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പ്രവാചകൻ എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് കഴിഞ്ഞുപോയ സകല പ്രവാചകന്മാർക്കും നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് നമസ്കാരത്തെ കുറിച്ച് നിങ്ങൾ നമസ്കാരത്തെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ സഹീഹുൽ ബുഖാരി അധ്യായം 8 അതിൽ 221 എടുത്ത് നോക്ക്. അപ്പൊ മനസ്സിലാവും നമസ്കാരത്തെ കുറിച്ച് എന്താണ് മുഹമ്മദ് നബി പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നത് സഹീഹുൽ ബുഖാരിയുടെ പേജ് നമ്പർ 262 അധ്യായം 8 221 ഹദീസ്, 222 ഹദീസ്, 223 ഹദീസ്. ഈ ഹദീസ് നിങ്ങൾ വായിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഈ കാര്യങ്ങൾ നോക്കാതെ എന്തെങ്കിലും ഞാൻ നിങ്ങളുടെ വളരെ വിനീതമായിട്ട് പറയാണ്, കാര്യങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ വിമർശിക്കൂ. നിങ്ങൾ പഠിക്കാതെ എന്തെങ്കിലും പറഞ്ഞാൽ വിവരമുള്ള ആ ക്രിസ്ത്യാനികൾ ഇതിന്റെ താഴെ ഉണ്ട്. അവർക്ക് ഇതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണ ഉള്ളവരാണ്. അവർ തന്നെ നിങ്ങളെ കുറിച്ച് ഈ തെറ്റായ ഒരു ധാരണ വെച്ചേക്കും. അതാണ് ഇട കൊടുക്കരുത് പ്ലീസ്. ഓക്കെ, ഒരു മിനിറ്റ്. ഇത്രയും നാള് ഇത്രയും നാള് പറഞ്ഞിരുന്നത് നമ്മൾ ഏതെങ്കിലും സഹീഹായിട്ടുള്ള സഹീഹ് ബുഖാരിയോ മുസ്ലിമോ ഒക്കെ കൊണ്ടുവരുമ്പോ ഇവർക്ക്, അതായത് മുഹമ്മദിന്റെ വൃത്തികേടുകൾ നമ്മൾ പറയുമ്പോൾ ഉടനെ ഈ സഹീഹായിട്ടുള്ള ബുഖാരിന്നോ മുസ്ലിമെന്നോ നമ്മൾ ഏതെങ്കിലും ഒരു ഹദീസുകൾ കൊണ്ടുവന്നാൽ അപ്പൊ ഇവര് ന്യായീകരണം പറഞ്ഞിരുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഖുറാന് വിരുദ്ധമായിട്ടാണെങ്കിൽ ഏത് ബുഖാരി ആയാലും ഏത് മുസ്ലിം ആയാലും ഞങ്ങൾ തള്ളും എന്ന് പറഞ്ഞു. അതായത് ഇപ്പൊ മനസ്സിലായോ ഇവരുടെ പ്രമാണങ്ങൾ ഇവരെങ്ങനെയാ കാണുന്നതെന്നുള്ളത്? ഹദീസ് നിദാന ശാസ്ത്രം എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ട്. താജുദ്ദീൻ ഭായ് പ്ലീസ് ഇടയ്ക്ക് കയറരുത്. താജുദ്ദീൻ സംസാരിച്ചപ്പോ ആരും ഇടയ്ക്ക് കയറിയില്ല പ്ലീസ്. ഇപ്പൊ മനസ്സിലായോ ഇവരുടെ ഇരട്ടത്താപ്പ്? അതായത് ഇവര് എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ ഇന്നിപ്പോ ഇവര് ഒരു ഹദീസ് അല്ലെങ്കിൽ നമ്മളൊരു ഹദീസ് പറഞ്ഞു എന്ന് വിചാരിച്ചോ, അത് ഇവര് പറഞ്ഞ ആശയത്തിനെതിരായാല് ഇവർ ഉടനെ പറയും അത് ഖുറാന് വിരുദ്ധാണെന്ന്. ഇനി നാളെ നമ്മൾ അതേ ഹദീസ് മറ്റൊരു സാഹചര്യത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവര് പറയും അത് സഹീഹാണ്, അതുകൊണ്ട് അത് എടുക്കണം. അതായത് ഇവരുടെ പ്രമാണങ്ങൾ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് തീരുമാനിക്കുന്നത് ഇവര് തന്നെയാ, അല്ലാണ്ട് പ്രമാണമല്ല. പ്രമാണത്തിന് ഇവർക്ക് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. ആ പ്രമാണം ഓരോ സന്ദർഭം അനുസരിച്ചും അവര് തള്ളും, അവര് എടുക്കും, ഇതൊക്കെ ചെയ്യും. ഇപ്പൊ കാണിച്ചതും അത് തന്നെയാണ്. അതായത് നമ്മൾ ഏത് ഹദീസ് കൊണ്ടുവന്നാലും, എത്ര വലിയ ഓതന്റിക് ആയിട്ടുള്ള ഹദീസ് കൊണ്ടുവന്നാലും അപ്പൊ ഇവര് പറയും അത് ഖുറാന് വിരുദ്ധാണെങ്കിൽ ഞങ്ങൾക്ക് അത് സഹീഹും ഇല്ല, ലൈഫും ഇല്ല, ഹസനും ഇല്ല, മറ്റേ ഷിഹാബുദ്ദീനും ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഞങ്ങളത് തള്ളും. അത് ഖുറാന് വിരുദ്ധാണ്, അതുകൊണ്ട് ഞങ്ങളത് തള്ളും. ഇവിടെ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഖുറാനിൽ 3 പ്രാവശ്യം എന്ന് വ്യക്തമായിട്ട് പറയുന്നു, പക്ഷെ അവിടെ ഹദീസുകൾ അപ്പൊ അത് സഹീഹ് മുസ്ലിമാണ്, അത് നിങ്ങൾ എന്താ അത് ലൈഫല്ല, അത് സഹീഹാണ്. എന്തൊക്കെയാണ് ഇപ്പൊ ന്യായീകരണങ്ങൾ വരുന്നത്? ഇതാണ് പറഞ്ഞത്. ഇവരുടെ പ്രമാണങ്ങൾക്ക് ഇവര് പോലും ചപ്പിന്റെയും ചവറിന്റെയും വില പോലും ഇവർ കൊടുത്തിട്ടില്ല. അത് തരത്തിനനുസരിച്ച് അവർക്കറിയാം ഇത് അള്ളാഹുവിന്റെ ഒന്നല്ല, ഇത് ദൈവത്തിന്റെ വചനങ്ങളൊന്നുമല്ല, ഇതിന് അത്രേ വിലയുള്ളൂ എന്ന് ഇവർക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് ഇവര് തോന്നുമ്പോ ഇതേ കാര്യം ഇനിയിപ്പോ നാളെ ചോദിച്ചാല് വേറൊരു സന്ദർഭമാണെങ്കിൽ അപ്പൊ ഈ താജുദ്ദീൻ തന്നെ പറയും അത് ഖുറാന് വിരുദ്ധാണെങ്കിൽ ഞങ്ങൾ അത് തള്ളും. ആ ഹദീസ് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ ഇതേ ഹദീസുകൾ അദ്ദേഹം തള്ളും. ഇപ്പൊ വാദം ജയിക്കാനായിട്ട് അവർക്കറിയാം ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ലാന്ന്. അപ്പൊ വാദം ജയിക്കാനായിട്ട് അവര് അത് കണ്ടോ, ഇത് ഹസനാണ് അല്ലെങ്കിൽ ഇത് സഹീഹാണ്, അതുകൊണ്ട് അത് തള്ളാൻ പാടില്ല എന്ന് പറയുന്നത് അല്ലേ താജുദ്ദീനെ? ഓക്കെ, കാര്യങ്ങൾ വ്യക്തമാണ്. താജുദ്ദീൻ അതിലോട്ട് വരാം. ഒരു സെക്കൻഡ്. താജുദ്ദീൻ താജുദ്ദീൻ ഞാൻ വരുവാ, അങ്ങോട്ടാ വരുന്നത്. 2-3 മിനിറ്റ് തരാം, ഒരു കുഴപ്പമില്ല, ആരും ഇടയ്ക്ക് കയറില്ല. ഒരു സെക്കൻഡ്. ഇപ്പൊ താജുദ്ദീൻ ഇവിടെ 1-2 പോയിന്റ് വെച്ചു. അപ്പം രാജ ഖുറാൻ വായിച്ചിട്ട്
ഖുറാന്റെ റെഫറൻസുകൾ വെച്ച് ഇവിടെ പറഞ്ഞത് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് 3 നേരമാണ് ഖുറാൻ അനുസരിച്ച്. പക്ഷെ ഇവിടെ താജുദ്ദീൻ പറയുന്നു മുഹമ്മദ് പഠിപ്പിച്ചത് 5 നേരമാണ്, സഹി ബുഖാരി. അപ്പോ ഈ അള്ളാഹു പറഞ്ഞതാണോ അതെയോ മുഹമ്മദ് പറഞ്ഞതാണോ കൂടുതൽ ആധികാരികമായിട്ട് നിങ്ങൾ എടുക്കുന്നത് താജുദ്ദീൻ? അവിടെ ഒരു 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 എന്തോ ഒരു പ്രശ്നം തോന്നുന്നില്ലേ, കാണുന്നില്ലേ? താജുദ്ദീൻ സംസാരിച്ചോളൂ. ഇത് നേരത്തെ ഇവിടെ ലീ സിസ്റ്റർ പറഞ്ഞില്ലേ, 5 നേരത്തെ പറഞ്ഞല്ലോ. അത് തന്നെ തെളിവായില്ലേ, ഇനി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. 5 നേരത്തെ നമസ്കാരം കൊണ്ടുവന്നതായിട്ട് ലീ ബ്രദർ ഇവിടെ പറഞ്ഞല്ലോ. സിസ്റ്റർ പറഞ്ഞല്ലോ ഇവിടെ. ഇനിയിപ്പോ ഞാൻ പറയേണ്ട എടുത്ത് ഞാൻ ഉദ്ധരിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ തന്നെ ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾ തന്നെ ഉത്തരവും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തിനാ പറയണത്? 5 നേരം ആര് കൊണ്ടുവന്നോ പറഞ്ഞേ? ലീ സിസ്റ്റർ പറഞ്ഞല്ലോ നേരത്തെ, എവിടെ 5 പറഞ്ഞു? നേരത്തെ നമസ്കാരം പ്രവാചകൻ വാങ്ങിച്ചോണ്ട് വന്നു അവിടെ നേരത്തെ അത് ഉദ്ധരിക്കുന്നുണ്ടല്ലോ. ഖുറാനിലല്ലോ, ഹദീസിലല്ലേ? അതാണ് പറഞ്ഞ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഹദീസ് സഹീഹ് കഴിഞ്ഞ എന്തെന്ന് പറഞ്ഞ് അല്ലല്ല, മനസ്സിലാക്കണം, നിങ്ങളെ ലൈഫ് പോലെയുള്ള മനസ്സിലാക്കണം. അല്ല ഒരു സെക്കൻഡ് താജുദ്ദീനെ പ്ലീസ് ഹദീസ് എന്താണെന്ന് പ്ലീസ്. നമുക്കറിയാം. ഒരു 350 വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ഇതിന് അനുസരിച്ചിട്ട് ഒരു സാധനം ഉണ്ടാക്കി. അതൊക്കെ സംസാരിക്കാൻ പോയാലേ ബായ്. ഞാൻ ആ നിങ്ങൾ എത്ര ബുക്കാണ്, നിങ്ങൾ നമുക്കറിയാം. അപ്പൊ അള്ള പറയാത്ത കത്തോലിക്കക്കാർക്ക് എത്ര സാധനമാണത്. ബുക്കാണ്, ബന്ധുക്കോസ്താർക്ക് എത്ര ബുക്കാണ് എന്നൊക്കെ നമ്മൾ പറയേണ്ടി വരും. അതിൽ ഏതൊക്കെയാണ് അതങ്ങ് പറഞ്ഞ യേശുക്രിസ്തുവിന്റെ കുഴപ്പമൊന്നുമില്ല. വചനങ്ങൾ അതല്ല ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ ഇവിടുത്തെ പറയേണ്ടി വരും. പ്രശ്നം അപ്പൊ അതൊരു അന്ത്യപുസ്തകമാണ്. ബുദ്ധിമുട്ട്, ആ ഒരു അന്ത്യപുസ്തകത്തിന്റെ ബുദ്ധിമുട്ട് കയ്യിൽ ആയിരിക്കും ഇല്ലാത്തൊരു പറഞ്ഞത്. സാധനമാണ് താജുദ്ദീൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു അള്ള സുഹൃത്തെ പറയാത്തൊരു സാധനമാണ് ഹദീസിന്റെ പിൻബലത്തിൽ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. സാജൻ ബ്രോ വിഷയം മാറിപ്പോണ്ട. താജുദ്ദീൻ പറഞ്ഞു കഴിയട്ടെ, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. താജുദ്ദീൻ പറയൂ. ചോദിച്ച പോയിന്റിന് ഉത്തരം പറയണം പ്ലീസ് താജുദ്ദീൻ. അതെ, ഖുറാനകത്ത് രാജ പറഞ്ഞ റെഫറൻസ് വെച്ച 3 നേരമാണ്. പക്ഷെ ഹദീസിലും അള്ളാഹുവിന്റെ അടുത്ത് മുഹമ്മദ് പോയി മരിച്ചു വന്നു 5 നേരമാണ്. അപ്പൊ ഇവിടെ ആർക്കാണ് തെറ്റുപറ്റിയത്? ഓൾറെഡി 5 നേരം ഇവിടെ അള്ളാഹു മുഹമ്മദിന് കൊടുത്തു എന്ന് ഇവിടെ പറയുന്നു. എന്നാൽ ഖുറാനകത്ത് 3 നേരമാണെന്ന് പറയുന്നു. ഇതിൽ ഏതാണ് ശരി? പറയൂ. സോൾഡിയർ, ഇത് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. ഖുർആനെ വിശദീകരിക്കലാണ് പ്രവാചകന്റെ ജോലി. പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഒന്നും ഇടാറില്ല. എങ്ങനെയാണ് ഒരാൾ നമസ്കരിക്കുമ്പോഴത്തേക്ക് കൈ കെട്ടണമോ, കൈ കെട്ടണ്ടേ? സൂറത്ത് ഫാത്തിഹ ഓതണ്ടേ? സൂറത്തുകൾ ഓതണ്ടേ? എങ്ങനെയാണ് കുനിയേണ്ടത്, എങ്ങനെയാണ് സുജൂദിലേക്ക് പോകേണ്ടത്? ഇതൊന്നും ഖുർആനിൽ നിന്ന് കിട്ടൂല. ഇത് കിട്ടുന്നതിന് വേണ്ടിയാണ് പ്രവാചകന്റെ ജോലി. പ്രവാചകനാണ് പറഞ്ഞത്, പ്രവാചകനാണ് കാണിച്ചത്. അത് സ്വഹാബാക്കൾ അനുയായികൾ കാണിച്ചു തന്നു. അത് കാലാകാലങ്ങളായിട്ട് മുസ്ലിം സമുദായം തുടർന്നു പോകുന്നു. അതാണ് ഏറ്റവും വലിയ തെളിവ്. ഇതിനേക്കാൾ വലിയ തെളിവ് എന്താണ്? പ്രവാചകനിലാണ് ഉത്തമമായ മാതൃക എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. നിങ്ങൾക്ക് പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ടെന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും മനുഷ്യർക്ക് ഉത്തമമായ മാതൃകയാണ്. ആ മാതൃക അനുസരിച്ച് പ്രവാചകൻ 5 നേരം നമസ്കരിച്ചിരുന്നു. ഈ 5 നേരം എങ്ങനെയാണ് നമസ്കരിച്ചത്, ആ നമസ്കാരത്തിൽ എന്തെല്ലാം പറഞ്ഞു, ഇതൊന്നും വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ല. ഇത് പറയലാണ് ജോലി. അത് പ്രവാചകൻ കാണിച്ചു തന്നു. ഈ സമൂഹം അത് പിന്തുടരുന്നു. അതോടുകൂടെ അത് തന്നെ വളരെ കൃത്യമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞു. നമസ്കാരം എന്ന് പറയുന്നത് ബുനിയൽ ഇസ്ലാമു അലാ ഹംസിൻ ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാ. നമ്മുടെ ദീനിനെ, ഇസ്ലാമിനെ സ്ഥാപിച്ചിരിക്കുന്നത് 5 കാര്യങ്ങളുടെ മുകളിലാണ്. 1 ദൈവത്തിലേക്കുള്ള വിശ്വാസം, 2 നമസ്കാരം, 3 സക്കാത്ത്, 4 ഹജ്ജ്, 5 ഇങ്ങനെ എണ്ണി പറയണുണ്ട്. അതാണ് ഇസ്ലാം കാര്യങ്ങൾ. മനുഷ്യ സമൂഹത്തിന്റെ മോചനത്തിന് വേണ്ടി, അവരുടെ ഭൗതിക പാരത്രിക വിജയത്തിന് വേണ്ടി മനുഷ്യ എന്തൊക്കെ സമൂഹത്തിന്റെ ചെയ്യണം എന്നതിനെ കുറിച്ച് ഭൗതികവും ആത്മീയവും സമന്വയിപ്പിച്ചും കൊണ്ടുള്ള, ഞാൻ പറഞ്ഞു തരുന്നോട്ടെ, സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിത രീതിയാണ്, ജീവിത പദ്ധതിയാണ് ഇസ്ലാം. ഓക്കെ. സോൾജർ ഓക്കെ. മറ്റേ ഇപ്പൊ നമ്മൾ ഈ മാതൃകയുടെ കാര്യം ഇവിടെ എടുത്തിട്ടുണ്ട് താജുദ്ദീൻ. കാരണം മാതൃക ലോകത്തിലുള്ള സകലർക്കുള്ള മാതൃക എന്ന് പറയുമ്പോ പിന്നെ മറ്റേ ഞങ്ങൾക്ക് പിന്നെ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. അതായത് ഈ താങ്കള് ആ മാതൃകകളൊക്കെ ഇപ്പൊ പിന്തുടർന്നു കഴിഞ്ഞാല് ഇപ്പൊ ഇതുപോലെ ക്ലബ് ഹൗസിൽ ഇരുന്ന് താങ്കൾക്ക് സംസാരിക്കാൻ പറ്റില്ല. താങ്കളെ ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും മാനസിക കേന്ദ്രത്തിലോ അങ്ങനെ കൊണ്ടുപോയിടും, അതല്ലെങ്കിൽ ഏതെങ്കിലും ജയിലിലായിരിക്കും താങ്കൾ. അപ്പൊ അതുകൊണ്ട് മാതൃകയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇവിടെ എന്താന്ന് വെച്ചാൽ ഈ അള്ളാഹു ഒരു കാര്യം പറഞ്ഞിട്ട് മുഹമ്മദ് അത് വേറെ രീതിയിൽ ആണ് അതിന് പ്രവർത്തിച്ചിട്ടുള്ളത്. അതായത് അള്ളാഹു, അതാണ് ഞങ്ങൾ ഇവിടെ എപ്പോഴും പറയാറ്, അള്ളാഹുവിനെക്കാട്ടിലും വലിയ ദൈവമാണ് മുഹമ്മദ് എന്ന്. അതായത് അള്ളാഹുവിന് 3 പ്രാവശ്യം തോന്നിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഖുർആൻ അള്ളാഹുവിന്റെ വാക്കുകളാണല്ലോ. അതുകൊണ്ടാണ് ഈ 3 പ്രാവശ്യം എന്ന് പല ആയത്തുകളിൽ ഇറക്കിയിട്ടുള്ളത്. 5-ൽ കൂടുതൽ ആയത്തുകളിൽ 3 പ്രാവശ്യം എന്ന് പറയുകയും
എന്നാൽ മുഹമ്മദ് അത് 5 തവണയാക്കി 5 തവണ നിസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? മുഹമ്മദ് ചെയ്യുന്നത് നിങ്ങൾ അത് അനുകരിക്കുകയും അതേസമയം അള്ളാഹു പറഞ്ഞതിന് പുല്ല് വിലയാ. ഒരു എന്താ പറയാ, കീറിയ കടലാസിന്റെ വില പോലും നിങ്ങൾ ഖുർആന് കൊടുത്തിട്ടില്ല. നിങ്ങൾ മുഹമ്മദിനെയാണ് ദൈവമായിട്ട് കരുതുന്നത്. അതാണ് പ്രശ്നവും. നിങ്ങൾക്ക് അതാണ് ഞങ്ങൾ ഇവിടെ കാലങ്ങളായിട്ട് പറയുന്നത്. അതായത് നിങ്ങളുടെ ദൈവം മുഹമ്മദാണ്, അള്ളാഹു അല്ല. കാരണം അള്ളാഹു 3 തവണ എന്ന് പറഞ്ഞാലും നിങ്ങൾ മുഹമ്മദ് 5 തവണ അത് ചെയ്താൽ നിങ്ങൾ അത് ചെയ്യും. ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് ഖുറാനിൽ പറഞ്ഞിരിക്കുക 3 തവണ 3 തവണ 3 തവണ എന്ന് പല ആയത്തുകളിലും പറഞ്ഞിട്ടും നിങ്ങൾ ഈ 5 തവണ ചെയ്യുന്നതിന് കാരണം ഇത്ര തന്നെയേ ഉള്ളൂ. നിങ്ങളുടെ ദൈവം മുഹമ്മദാണ്. ആ ദൈവം ദൈവത്തിനെ നിങ്ങൾ മാതൃകയാക്കി എടുത്താൽ നിങ്ങൾ ഇന്ന് ജയിലിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ഇവിടെ വന്ന് പറയാതെ ഒന്നില്ലെങ്കിൽ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ കുറെയൊക്കെ ഞങ്ങളിങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോകും. പിന്നെ ഞങ്ങൾ അതിന് എക്സ്പ്ലനേഷന് വരുന്നില്ല. അപ്പൊ വെറുതെ ഇനിയും മുഹമ്മദിനെ അള്ളാഹുവിനെ ഏറി കയറ്റല്ലേ താജിദിനെ. കേട്ടോ? ഓക്കെ, പറഞ്ഞോ. രാജ ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും അതിനൊരു ബേസിക് തിയറി ഉണ്ടാവും. ഏത് വിഷയത്തിലായിരുന്നാലും ശരി, ആരെങ്കിലും ഒരു സാമാന്യം ഒന്ന് വായിച്ചിരിക്കണ്ടേ? എന്താണ് ഖുർആന്, എന്താണ് ഹദീസ് എന്നതിനെ കുറിച്ചെങ്കിലും ഒരു സാമാന്യമായ ഒരു വിവരം ഉണ്ടാവണ്ടേ? ഏതെങ്കിലും വിമർശകർ പറയുന്നത് കേട്ടുകൊണ്ട് വർത്തമാനം പറയാൻ വന്നാൽ നമ്മളെ തന്നെ ആൾക്കാർ അളക്കും, അവൻ അത്ര വിവരമേ ഉള്ളൂ. നിങ്ങൾ ഇതൊക്കെ ആദ്യം ബേസിക് ആയിട്ട് ഖുർആൻ എന്താണ്, ഹദീസ് എന്താണ്, അള്ളാഹു എന്താണ് പറയുന്നത്, മുഹമ്മദ് നബി എന്താണ് പറയുന്നത്? താജുദ്ദീൻ ഇവിടെ ലെക്ചർ തരണ്ട. താങ്കൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പ്രമാണം വെച്ച് റെഫറൻസ് വെച്ചിട്ട് ഇവിടെ പറയുക. ഞാൻ അത് ഇവിടെ പ്രമാണം വെച്ചാണല്ലോ പറഞ്ഞത്. പ്രമാണം വെച്ചാണല്ലോ പറഞ്ഞത്. എന്താണ് നിങ്ങൾ ഇതുവരെ വെച്ചത്? പ്രമാണം വെച്ച് താങ്കൾ പറഞ്ഞില്ലല്ലോ. ഞാൻ പ്രമാണം വായിച്ചപ്പോഴല്ലേ താങ്കൾ കയറി വന്നത്? ആ, പ്രമാണം ഞാൻ വെച്ച് പ്രമാണം വെച്ച് പറയുക എന്ന് പറയാൻ ഹദീസ് എന്താണെന്ന് പറയുന്നത് കേൾക്കൂ. താങ്കളുടെ ദാവാ പ്രഭാഷണം വേണ്ട ഇവിടെ. ഞങ്ങൾ ഇത് കുറെ കേട്ടതാണ്. ഞങ്ങൾ ഇവിടെ ഖുറാൻ വായിച്ച്, ഹദീസ് വായിച്ച്, നിങ്ങളുടെ തഫ്സീറൊക്കെ വായിച്ച്, നിങ്ങളുടെ ഫത്തുൽ മുയീൻ വരെ വായിച്ചിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന കാര്യത്തിന് ഏത് ഫതഹുൽ പുസ്തകം, മുഈൻ എന്ന് ഏത് പറഞ്ഞതിന്റെ പേജ് അർത്ഥം ഒന്ന് നമ്പർ പറയാൻ പറ്റുമോ? ഫതഹുൽ നിങ്ങൾ മുഈന്റെ അർത്ഥം ഒന്ന് പറയാൻ പറ്റുമോ? ആ പുസ്തകം വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാ പോരെ? ഇത് എന്തിനാണ് അതിന്റെ അർത്ഥം പറയാൻ പോകുന്നത്? ഫതഹുൽ മുഈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ അർത്ഥം പോലും അറിയില്ല. എന്നിട്ടാണ് വേണ്ടെന്നേ, നിങ്ങൾ ഫതഹുൽ മുഈൻ നിങ്ങൾ വായിച്ചു എഴുതി എന്ന് വെച്ചൊരു പറയുന്നത്. പുസ്തകല്ലേ ഇത്? എന്താണ് താജുദ്ദീൻ, നിങ്ങൾ വിഷയം മാറ്റിക്കൊണ്ടുപോകണം. താജുദ്ദീൻ ഈ വരാൽ മീൻ വഴുതി പോകുന്നത് പോലെ വഴുതി പോകാൻ നോക്കണ്ട. ഞങ്ങൾ പിടിച്ചാല് ഞണ്ട് പിടിക്കുന്നത് പോലെ പിടിക്കും. നിങ്ങളെ കൊണ്ട് ഓക്കെ, അതിനൊന്നും കഴിയില്ല താങ്കൾ മാഡം. എന്തെങ്കിലും ഇവിടെ മാഡം നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ, അതിനൊന്നും താങ്കൾ കഴിയില്ല. എന്തെങ്കിലും ഇവിടെ പിടിക്കുകയാണെങ്കിൽ പറയുന്നത് റെഫറൻസ് വെച്ച് മാത്രം പറയുക. നിങ്ങളുടെ ദാവാ പ്രഭാഷണം ഞങ്ങൾക്ക് വേണ്ട. താങ്കൾ ഇവിടെ നിങ്ങളും പറയൂ, പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങളും റെഫറൻസ് വെച്ച് പറയൂ. 5 നേരം പ്രാർത്ഥന ഖുറാനിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? റെഫറൻസ് വെച്ച് പറയൂ. അതല്ലേ 5 നേരം നിങ്ങൾ അത് 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 നിസ്കരിക്കണമെന്ന് ഖുറാനിൽ എവിടെ പറഞ്ഞിരിക്കുന്നു? ഞാൻ പറയുന്നത്. നിങ്ങൾ അതുകൊണ്ടാണ് പ്രമാണം പറഞ്ഞ വെച്ച് പറയൂ. ആ ഈ ബബ്ബ വേണ്ട, ഇത് പറയൂ. നമ്പർ നിങ്ങൾ ഒരു സൂറ കാര്യം നമ്പർ, മനസ്സിലാക്കാനുള്ളത്, ആയത്ത് നമ്പർ, സൂറ നമ്പർ, ആയത്ത് ഖുർആൻ നമ്പർ. എന്താണെന്ന് താങ്കൾ ആദ്യം പഠിക്കൂ. രണ്ടാമത് ഖുറാൻ ഒരു ഹദീസ് യൂസ്ലെസ് എന്താണെന്ന് പഠിക്കൂ. പുസ്തകം, ഒന്നിനും ഹദീസ് കൊള്ളാത്ത ഒരു പുസ്തകം. ഏതൊക്കെ തരം ഹദീസ് ഉണ്ടെന്ന് അത് പഠിക്കൂ. ഒന്നിനും അതിനുശേഷം കൊള്ളാത്ത ഒരു സംസാരിക്കാൻ വരൂ. മണ്ടൻ ഇതിനെ പുസ്തകം. കുറിച്ച് യാതൊരു വിവരവും ഇല്ലാതെ അല്ല ഫതഹുൽ മുഈനാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഖുർആൻ അള്ളാഹ് എന്താണ്, ഇറക്കി എന്ന് ഹദീസ് നിങ്ങൾ എന്താണ്? വിശ്വസിക്കുന്ന പുസ്തകമാണ് ഈ ഖുർആൻ. അതിനെ കൊണ്ട് ഈ പറഞ്ഞ വിശ്വാസത്തെ സംരക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ ഇറക്കിയ പുസ്തകങ്ങളാണ് ഈ പറയുന്ന ഹദീസുകൾ. അപ്പൊ അല്ലാണ്ട് വേറെ പൗലോസ് എന്താ ഇറക്കിയത്, അതിന്റെ പൗലോസ് അകത്തുള്ളത്? പറയണതാണ്. അപ്പൊ നിങ്ങൾ പൗലോസ് ഖുറാന് പറയുന്നത് കേൾക്കണം, തലയും യേശുക്രിസ്തു വാലും പറയാത്ത. അല്ല, ഖുറാന് തലയും ഇല്ല, അള്ള വാലും ഇറക്കിയിട്ട് ഇല്ല. അപ്പൊ അത് നിങ്ങൾക്ക് പറയാം. അല്ല പൗലോസ്, മാർക്കോസ്, ലൂക്കോസ്, മത്തായി ഒക്കെ വേണം നിങ്ങൾക്ക് അള്ള പറയാം, ഇല്ലേ? അത് ഇറക്കിയിട്ട് നിങ്ങൾക്ക് പറയാം. ഒക്കാത്ത കൊണ്ടാണല്ലോ നിങ്ങൾ പുസ്തകം ഇറക്കേണ്ടി വന്നത്. അള്ള ആ, ഇറക്കിയിട്ട് ഒക്കാത്ത കൊണ്ടാണല്ലോ താജുദ്ദീനൊക്കെ പുസ്തകം ഇറക്കേണ്ടി വന്നത്, നിങ്ങളെ പോലുള്ള അതാണ് സുഹൃത്തെ വിശ്വാസികൾക്ക്. പറഞ്ഞത്. അതാണ് പൗലോസ് തലയും പറയുന്നത് നിങ്ങൾ വാലും കേൾക്കോ, ഇല്ലാത്ത ഖുറാൻ. മാർക്കോസ് തലയും പറയുന്നത് വാലും കേൾക്കോ? ഇല്ലാത്ത ഖുറാൻ. ഒരു മിനിറ്റ് നിൽക്കൂ താജുദ്ദീൻ. തലയും വാലും ഇല്ലാത്ത ഖുറാൻ വായിച്ചാൽ അന്തവും കുന്തവും അറിയാത്തത് കൊണ്ട് നിങ്ങള് ഹദീസ് ഇറക്കി. അതിലും കൺഫ്യൂഷൻ ആയിട്ട് പിന്നെ നിങ്ങളുടെ എല്ലാ പണ്ഡിതന്മാരും കൂടി ഇരുന്നുകൊണ്ട് ഏകാഭിപ്രായം ഇജുമ ഇറക്കി കഴിഞ്ഞപ്പം 10 പേരുണ്ടെങ്കിൽ 20 അഭിപ്രായം. അത് കഴിഞ്ഞപ്പോ നിങ്ങൾ എന്താണ്, തഫ്സീർ, വേറെ ആൾക്കാരുടെ തഫ്സീർ വായിച്ചു കഴിഞ്ഞാൽ ഒന്ന് കിഴക്കെന്ന് പറഞ്ഞ ഒന്ന് പടിഞ്ഞാറെന്ന് പറയുന്ന രീതിയിലുള്ള തഫ്സീറുകൾ. അതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ 4 മദ്ഹബ് ഉണ്ടാക്കി. 4 മദ്ഹബും വേറെ.
ഒരു മദ്ഹബി പറയുന്നു പട്ടിയുടെ ഇറച്ചി തിന്നാന്ന്, വേറൊരു മദ്ഹബി പറയുന്നു പട്ടിയുടെ ഇറച്ചി തിന്നാൻ പാടില്ല. ഒരു മദ്ഹബ് പറഞ്ഞു മേൽമീശ വടിക്കണം, മറ്റൊന്ന് പറയുന്നു മേൽമീശ വേണ്ട. ഇങ്ങനെ ആകെ കൂടെ കൺഫ്യൂസ് ചെയ്യുന്ന കുറെ പുസ്തകങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ട്രക്കിൽ കയറ്റിയാലും തീരാത്ത പുസ്തകങ്ങൾ ഉണ്ടാക്കി അതിലധികം കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ട് പറയാണ് ഖുർആൻ എന്തെന്ന് അറിയണം, ഇത് പറയും. ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ വായിച്ചു തന്നെ അവിടെ ഇരിക്കുന്നത് താജുദ്ദീനെ. ഞാൻ ഇല്ല, ചോദിക്കുന്ന വായിച്ചിട്ടില്ല. ഒറ്റ ചോദ്യത്തിന് ഉത്തരം പറയൂ. ഒറ്റ ചോദ്യം. 5 നേരം നിങ്ങൾ നിസ്കരിക്കുന്നത് ഖുർആനിൽ എവിടെയാ എഴുതിയിരിക്കുന്നത്? സൂറ നമ്പറും ആയത്ത് നമ്പറും പറയാനുണ്ടോ ഇല്ലയോ? അത് മാത്രം Yes. പറയൂ. നീ ദാവ വേണ്ട ഇവിടെ. സഹോദരി, നിങ്ങളടുത്ത് സംസാരിക്കാതിരിക്കണ നല്ലത്. കാരണം എന്ന് പറഞ്ഞാൽ കാട് എന്ന് പറയുമ്പോ വീട് എന്ന് പറയുന്നിടത്ത് വർത്താനം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കാരണം നിങ്ങൾക്ക് നിങ്ങളാണത് ഖുർആൻ പറയുന്നത്, പറഞ്ഞുകൂടാ, ഹദീസ് നിങ്ങളാണത് പറഞ്ഞുകൂടാ. പറയുന്നത്. അത് വെച്ചുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളോട് ഞാൻ വർത്താനം അല്ല പറയുന്നത്. ചോദിച്ചു, എന്താണ് അല്ലല്ല ഖുർആൻ, ഉണ്ടോ എന്താണ് ഇല്ലയോ? ഹദീസ് എന്റെ എന്ന് നിങ്ങൾ പറയണം. താജുദ്ദീനെ അല്ല, ഖുറാൻ എന്താണെന്നും ഹദീസ് 300 എന്താണെന്ന് വർഷങ്ങൾക്ക് പഠിപ്പിക്കാനല്ല. ഞാൻ പറയട്ടെ, പ്ലീസ് താജുദ്ദീനെ ഖുറാൻ 300 എന്താണെന്ന് ഹദീസ് വർഷങ്ങൾക്ക് എന്താണെന്ന് ശേഷം പഠിപ്പിക്കാൻ എഴുതി വേണ്ടിയിട്ടല്ല ഉണ്ടാക്കിയ ഇവിടെ ബൈബിൾ പോലല്ല. ഇരുത്തിയിരിക്കുന്നത്. നിങ്ങൾ നിസ്കരിക്കുന്നത് 5 നേരം നിസ്കരിക്കുന്നതിന്റെ റീസൺ ഖുറാൻ അള്ളാഹ് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദ്യം. അപ്പൊ പിന്നെ നിങ്ങൾ അതിനല്ല അങ്ങനെ ഞാൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയത്ത് പറഞ്ഞത്. നിങ്ങൾ ഞാൻ നിങ്ങൾ അങ്ങനെ ഖുർആൻ ആയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞല്ലോ. 5 നേരം നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അതാണ് ഖുർആൻ ആയത്ത് ഞാൻ പറഞ്ഞല്ലോ. ആദ്യം ഇവിടെ എവിടെ ഈ 5 നേരം നിസ്കരിക്കാൻ ഈ പറഞ്ഞിട്ടുണ്ടോ? 5 നേരം അതെ നിസ്കരിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞുതരാം. ഈ സഹോദരി പറഞ്ഞു ഖുർആനില് നമസ്കാരം എന്നൊരു പരിപാടിയേ ഇല്ലെന്ന്. അപ്പൊ അച്ഛൻ കുഞ്ഞ് അത് കണ്ടിച്ചു. അല്ലല്ലല്ല, ഖുർആനില് അത് അങ്ങനെ നമ്മൾ ഉണ്ട് എന്ന് പറഞ്ഞു. അച്ഛൻ കുഞ്ഞിന് അത് താജുദ്ദീന് കണ്ടിച്ചു. വഴുതി പോവല്ലേ താജുദ്ദീനെ? ഇങ്ങനെ ഇങ്ങനെ ഞാൻ അന്തസ് പറയട്ടെ, വേണം. പ്ലീസ്. നമ്മൾ ചോദിച്ചെന്താണ്? ഞാൻ പറയട്ടെ. താജുദ്ദീൻ, നമ്മൾ ചോദിച്ചെന്താണ്? 5 നേരം നിസ്കരിക്കാൻ ഖുറാനിൽ വകുപ്പുണ്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അവിടേക്കാണ് അള്ളാഹു പറഞ്ഞത്. പറഞ്ഞിട്ടുണ്ടോ ഞാൻ എന്നാണ്. അവിടേക്കാണ് അല്ലാതെ പറഞ്ഞത്. നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞതല്ല നമ്മൾ പറഞ്ഞത്. 5 നേരം നമ്പേഴ്സ്, 5 days അല്ല 5 ടൈം, അതാണ് നമ്മുടെ ഞാൻ ആവശ്യം. താജുദ്ദീൻ അത് താജുദ്ദീൻ ഇപ്പോൾ താജുദ്ദീൻ ഇപ്പോൾ അവിടേക്കാണ് ഞാൻ ഖുറാന്റെ പറഞ്ഞത്. താജുദ്ദീൻ ഇപ്പോൾ അവിടേക്ക് തന്നെ അതിലേക്ക് വരാൻ ഖുറാനിലെ എനിക്ക് വരുമ്പോഴാണ് നിങ്ങൾ വഴിക്ക് എന്നെ ചൂടും. താജുദ്ദീൻ വീണ്ടും താജുദ്ദീൻ താജുദ്ദീൻ ഭായിക്ക് ഒരു മിനിറ്റ് തരാം. ഒറ്റ മിനിറ്റ് കൊണ്ട് താങ്കൾ ഖുറാനിലെ ആ 5 നേരം നിസ്കരിക്കണം എന്നുള്ള റെഫറൻസ് എനിക്ക് തന്നോളൂ. അതാണ് പറയൂ. വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. വിശുദ്ധ ഖുർആൻ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിച്ചാൽ ഖുർആൻ പറഞ്ഞു അത് വിശദീകരിച്ച് തരാനുള്ള ബാധ്യത മുഹമ്മദ് നബിയിലേക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി നമസ്കാരം എങ്ങനെ നമസ്കരിക്കണമെന്ന് വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ താജുദ്ദീൻ ഭായ്, പ്ലീസ് താങ്കൾ ഒരു സ്റ്റേറ്റ്മെന്റ് വെക്കുമ്പോൾ അത് ആ ഖുറാൻ റെഫറൻസ് വെച്ച് വേണം പറയാൻ. ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഖുറാൻ വിശദീകരിച്ച് തരാൻ മുഹമ്മദിനാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് ഖുറാൻ പറയുന്നത് പറഞ്ഞ എവിടെയാണത്? എവിടെയാണ് താജുദ്ദീൻ അത് പറഞ്ഞത്? സോൾഡർ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, വിശുദ്ധ ഖുർആൻ പ്രവാചകനെ ഏൽപ്പിച്ച കാര്യം വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് പറയുന്നു. അതായത് നമസ്കാരം നേരത്തെ ഉദാഹരണ സഹിതം പറഞ്ഞു, സക്കാത്തിന്റെ കാര്യം പറഞ്ഞു, ഹജ്ജിന്റെ കാര്യം പറഞ്ഞു, വിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞു. ഇത് എല്ലാം കൃത്യമായിട്ട് മുഹമ്മദ് നബിയാണ് വിശദീകരിച്ചു ചോദിച്ചിട്ട് തന്നത്. ഉത്തരം പറയാ താജുദ്ദീനെ. ചോദിക്കാതെ എന്തെങ്കിലും പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 5 നേരത്തെ നമസ്കാരം മുഹമ്മദ് നബി കൃത്യമായിട്ട് കാണിച്ചു തന്നു. അത് താജുദ്ദീൻ ഭായ്, പ്ലീസ് ഇവിടെ നമ്മൾ സംസാരിക്കുമ്പോൾ ഏകദേശം 66 പേര് താഴെ ഇരിപ്പുണ്ട്. അവരും കൂടി കേൾക്കുവാനായിട്ടാണ്, അവർക്കും കൂടി പഠിക്കുവാനായിട്ടാണ്. ഇപ്പൊ താങ്കൾ 2 കാര്യങ്ങൾ ഖുറാനിൽ നിന്ന് കാണിച്ചു തരണം. ഒന്ന്, 5 നേരം നിസ്കരിക്കാനുള്ള റെഫറൻസ് ഖുറാനിൽ കാണിക്കണം. രണ്ടാമത്, ഈ ഖുറാൻ വിശദീകരിച്ച് തരേണ്ട കടമ അല്ലെങ്കിൽ അത് മുഹമ്മദിനാണെന്ന് ഖുറാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ 2 കാര്യങ്ങൾ താങ്കൾ ഖുറാനിൽ കാണിച്ചു തരണം പ്ലീസ്. വേറെ എങ്ങോട്ടും പോകരുത്. നിസ്കാരം, സക്കാത്ത് ഒന്നും, സക്കാത്തല്ല നമ്മുടെ കാര്യം. ഈ 2 കാര്യങ്ങൾ മാത്രം താങ്കൾ കാണിച്ചു തരും. അവിടേക്കാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ മ്യൂട്ട് ചെയ്യില്ലേ, ഞാൻ പറയട്ടെ. രാജബ്രദർ ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? രാജബ്രദറിന്റെ ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? അതായത് വിശുദ്ധ ഖുർആൻ 3 നേരത്തെ നമസ്കാരത്തെ കുറിച്ചല്ല പറഞ്ഞത്. നമസ്കാരത്തെ കുറിച്ച് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം നമസ്കരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് അവിടെ പറഞ്ഞതാണ് വത്തി ഉള്ളാഹ വത്തി റസൂല, ഈ ഉലുൽ അംർ. അതായത് പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്, അദ്ദേഹത്തെ നിങ്ങൾ ചാണ് മുഴത്തിൽ മുഴുവമായിട്ട് പിൻപറ്റണം. ആ മുഹമ്മദ് നബിയാണ് 5 നേരം കൃത്യമായിട്ട് നമസ്കരിച്ച് നമുക്ക് കാണിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ബേസിക് ആണ്. അതുകൊണ്ട് തന്നെ ലോക മുസ്ലിങ്ങൾ 5 നേരവും കൃത്യമായിട്ട് നമസ്കരിക്കുന്നുണ്ട്. ഇതാണ് അതിനുള്ള ഉത്തരം. താജുദ്ദീൻ ഭായ് ഇവിടെ 2 കാര്യങ്ങൾക്ക് റെഫറൻസ് ആണ് ചോദിച്ചത്. 5 നേരം എന്ന ആ ഒരു നിസ്കാര രീതി ഖുറാനിലുണ്ടോ? താങ്കൾ പറഞ്ഞു ഖുറാനിൽ 3 നേരമാണുള്ളത്. ഇവിടുത്തെ ചോദ്യം വളരെ പ്രസക്തമാണ് താജുദ്ദീൻ. ഇവിടെ അള്ളാഹു പറഞ്ഞിരിക്കുന്നു 3 നേരം. പിന്നെ എന്തുകൊണ്ടാണ് മുഹമ്മദ് 5 നേരം നിസ്കരിച്ചത്?
അപ്പൊ ഇതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, അള്ളാഹു പറയുന്ന ഒരു വാക്കിന് പുല്ല് വില പോലും കൊടുക്കാതെ അള്ളാഹുവിന്റെ വെറും ഒരു പ്രവാചകനായ മുഹമ്മദ് അള്ളാഹുവിനെ കഴിഞ്ഞ് 2 പടി മേലെ, അള്ളാഹു പറഞ്ഞു 3, പക്ഷെ നിങ്ങൾ 5 നേരം നിസ്കരിച്ചോ എന്നും പറഞ്ഞ് മുഹമ്മദ് കാണിച്ചു തന്നു എന്ന് താങ്കൾ പറയുമ്പോൾ, ഈ മുഹമ്മദ് അള്ളാഹുവിനെ കഴിഞ്ഞും വലിയൊരാളല്ലേ എന്ന് ഞങ്ങൾ ചോദിച്ചാൽ അതിന് എന്താണ് മറുപടി നിങ്ങൾക്കുള്ളത് താജുദ്ദീൻ? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, റെഫറൻസ് തരൂ. ഇവിടെ വീണ്ടും ഖുറാൻ 1689 പറഞ്ഞിരിക്കുന്നു. വിശദമാക്കിയാണ് ഈ ഖുറാൻ ഞാൻ ഇറക്കി തന്നിരിക്കുന്നത്. വളരെ ലളിതമാണ്. അപ്പൊ താങ്കൾ പറയുന്നു ഇത്രയും ലളിതമാക്കി അറബി ഭാഷയിൽ വിശദമാക്കി ഇറക്കി തന്നിരിക്കുന്ന ഈ ഖുറാൻ വീണ്ടും വിശദമാക്കി തരാൻ മുഹമ്മദ് 5 നേരം നിസ്കരിക്ക് കാണിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ഒരു കോൺട്രഡിക്ഷൻ ഇല്ലേ താജുദ്ദീൻ? അതുകൊണ്ടാണ് രാജ പറഞ്ഞത്, ഈ ഹദീസ് ഖുറാനുമായിട്ട് യോജിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഹദീസ് തള്ളുമെന്ന് നിങ്ങളുടെ പണ്ഡിതന്മാരാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് താജുദ്ദീൻ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് വിലയുണ്ട്. അതുകൊണ്ട് ആ ഒരു ലെവലിൽ നിന്നുകൊണ്ട് സംസാരിക്കൂ. അപ്പൊ 5 നേരം 3 നേരം എന്ന് അള്ളാഹു പറഞ്ഞെങ്കിൽ എന്തുകൊണ്ട് മുഹമ്മദ് 5 നേരമാക്കി? താങ്കൾ ഉത്തരം പറഞ്ഞോളൂ. അത് നേരത്തെ സിസ്റ്റർ ഇവിടെ പറഞ്ഞല്ലോ, 5 നേരം നമസ്കാരം വാങ്ങിച്ചോണ്ട് വന്നെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് മതിയല്ലേ, വേറെ വേണ്ടല്ലോ. താജുദ്ദീൻ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ താങ്കൾ അത് ഖുറാനിലാണുള്ളത്. അത് ഖുറാനിലാണോ? ഒരു മിനിറ്റ് പ്ലീസ്. അപ്പൊ ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഈ രീതിക്കാണെങ്കിൽ താങ്കൾ പറയുന്നു അള്ളാഹുവിന് വിവരമില്ല, അള്ളാഹുവിന് ഇപ്പോൾ എന്താ പറഞ്ഞത് നാളെ എന്താ പറയാൻ പോകുന്നത് ബോധമില്ല എന്ന് പറയേണ്ടി വരും. കാരണം ഖുറാനിനകത്ത് 3 നേരം എന്ന് പറഞ്ഞു. ഒരു മിനിറ്റ് സിസ്റ്റർ, ഖുറാനിനകത്ത് 3 നേരം പ്രവാചകയാക്കി. അപ്പൊ താജുദ്ദീൻ പറയുന്നത് ഈ 3 നേരം അള്ളാഹു എന്തെങ്കിലും അള്ളാഹുവിന് ഒരു ബോധമില്ലായിരുന്നു. കാരണം ഖുറാനകത്ത് 3 നേരം എന്ന് പറഞ്ഞു, മുഹമ്മദ് മോളിൽ ചെന്നപ്പോ 5 നേരം കൊടുത്തു. അത് താജുദ്ദീൻ അത് ഞാൻ അംഗീകരിക്കണമോ? താങ്കൾ പറയൂ. അല്ല, ഒരു കാര്യം കൂടി ഉണ്ട്. താജുദ്ദീൻ ഇത്രയും നേരം പറഞ്ഞു ഖുറാൻ എന്താണ് ഹദീസ് എന്താണെന്നൊക്കെ നമ്മളോട് പഠിക്കാൻ പറഞ്ഞ താജുദ്ദീൻ ഖുറാനിൽ നിന്ന് എടുത്ത് കാണിക്കാൻ പറഞ്ഞപ്പോ നേരെ ഹദീസിൽ നിന്ന് എടുത്ത് കാണിക്കുന്നത്. അതാണ് പറഞ്ഞത്, താജുദ്ദീൻ ആദ്യം ഖുറാൻ ഹദീസ് എന്താണെന്ന് ആദ്യം പോയി പഠിക്കും. ഞങ്ങൾ ചോദിച്ചത് ഖുറാനിൽ നിന്ന് എടുത്ത് തരൂ എന്നാണ്, അല്ലാണ്ട് ഹദീസിൽ നിന്ന് എടുത്ത് തരാനല്ല. ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് മുമ്പ് ആദ്യം നിങ്ങളുടെ ഗ്രന്ഥത്തെ കുറിച്ച് ആദ്യം നിങ്ങൾ പഠിക്കുക. ഓക്കെ. അല്ല സാജൻ ബ്രദറെ, അതിന് സാജിദിന്റെ ഉത്തരം ഞാൻ നിങ്ങൾക്ക് എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് തരാനുള്ള ഒരേ ഒരു ഉപദേശം, നിങ്ങൾ ഖുർആനും ഹദീസും എന്താണെന്ന് നിങ്ങൾ ആദ്യം പഠിക്കുക, എന്നിട്ട് വിമർശിക്കാൻ വരും. അല്ലാതെ നിങ്ങളെ ഒരു ബേസിക് ഇല്ലാതെയാണ് നിങ്ങളെ സംസാരം. ഒരു ബേസിക്കോടുകൂടി സംസാരിക്കേണ്ട. ഖുറാനിൽ നിന്ന് ചോദിച്ചതിന് നിങ്ങൾ എന്തിനാണ് ഹദീസിൽ പോയി തപ്പാൻ പറഞ്ഞത്? താജുദ്ദീൻ, ഞങ്ങൾ ഖുറാനിൽ നിന്നല്ല ചോദിച്ചത്. ഖുറാനിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്നാണ് ഞങ്ങൾ ചോദിച്ചത്. നിങ്ങൾ ചെയ്യുന്ന കാര്യം ഖുറാനിന്റെ പിൻബലത്തിലാണോ എന്ന് ഞങ്ങൾ ചോദിച്ചത്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഹദീസിൽ പോയി തപ്പാൻ പറഞ്ഞത്? ഖുറാനും ഹദീസും എന്താണെന്ന് താജുദ്ദീൻ അറിയില്ലേ? എനിക്ക് തോന്നുന്നത് താജുദ്ദീൻ ഭായിക്ക് അതിന് മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. താജുദ്ദീൻ ഭായി ഞാൻ പറഞ്ഞല്ലോ, മറുപടി പറഞ്ഞല്ലോ. പറഞ്ഞത് റസൂലുള്ളാഹി ഞാൻ പറഞ്ഞത് ഖുറാൻ വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. പ്രവാചകനിൽ ഉത്തമ മാതൃകയുണ്ട് എന്ന് ഖുറാൻ പറഞ്ഞത്. പ്രവാചകൻ എന്താണ് ചെയ്യുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. താജുദ്ദീൻ ഭായി വീണ്ടും ഞാൻ പറയുകയാണ്, രാജാ ബ്രോ അവിടെ ഒന്ന് സ്പർശിച്ചതാണ്, പക്ഷെ രാജാ ബ്രോ അങ്ങോട്ട് കൂടുതൽ പോയില്ല. മുഹമ്മദിൽ അല്ലെങ്കിൽ പ്രവാചകനിൽ ഉത്തമമായ മാതൃക ഉണ്ട് എന്ന് പറയുമ്പോൾ പല മാതൃകകൾ ഇവിടെ എടുത്തിടേണ്ടതായിട്ട് വരും. താങ്കൾ അങ്ങോട്ട് പോവരുത് പ്ലീസ്. അങ്ങോട്ട് പോയാൽ പിന്നെ വെറുതെ വഴിതെറ്റിപ്പോവും. മാതൃകകൾ 1 by 1 ആയിട്ട് ഇവിടെ എടുത്തിടും. അത് താങ്കൾ ചെയ്യുമോ എന്ന് ചോദിക്കും. അപ്പൊ അതുകൊണ്ട് പ്ലീസ് അങ്ങോട്ട് പോകരുത്. നമുക്ക് നിസ്കാരത്തിൽ അതേപോലെ ഞാൻ തിരിച്ച് ബൈബിളിൽ നിന്ന് ഞാൻ ചോദിക്കും. ഇല്ല, ബൈബിൾ നമുക്ക് സംസാരിക്കാമല്ലോ താജുദ്ദീൻ ഭായി, നമുക്ക് ബൈബിൾ സംസാരിക്കാം, കുഴപ്പമില്ല. താജുദ്ദീൻ, നമുക്ക് ബൈബിൾ സംസാരിക്കാൻ ഒരു കുഴപ്പമില്ല. നിസ്കാരം ഒന്ന് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ താജുദ്ദീൻ ഭായി നമുക്ക് പൗലോസോ മത്തായിയോ യോഹന്നാനോ ലൂക്കി എവിടെ വേണമെങ്കിലും പോവാൻ, നോ പ്രോബ്ലം. നമുക്ക് ആദ്യം ഇത് ക്ലിയർ ആക്കാം. താങ്കൾ പറഞ്ഞ അനുസരിച്ച് രാജാ ഒരു സെക്കൻഡ്, താങ്കൾ പറഞ്ഞ അനുസരിച്ച് ഖുറാനിനകത്ത് അള്ളാഹു പറയുന്നു 3 നേരം. അതിനുശേഷം ഈ അള്ളാഹു തന്നെ മുഹമ്മദ് മോളിൽ ചെന്നപ്പോൾ പറയുന്നു 5 നേരം. ഇവിടെ ഈ അള്ളാഹുവിന് സ്ഥിരകാല ബോധം ഇല്ലായിരുന്നോ? ഈ ചോദ്യത്തിന് താങ്കൾക്ക് ഉത്തരമുണ്ടോ? അതെല്ലാം ഞാൻ കൃത്യമായിട്ട് മറുപടി പറഞ്ഞല്ലോ. നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള സെൻസ് ഇല്ലാത്തത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇല്ല ഞാൻ വളരെ കൃത്യമായിട്ട് റിയലി സോറി, താങ്കൾ അതിന് ഉത്തരം പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞു, അതിനാണ് ഖുർആൻ ആയത്ത് വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറയാൻ പോലെ താജുദ്ദീൻ ഭായി അതല്ല, അത് വിട്ടുകളഞ്ഞോളൂ. അത് നമ്മൾ സമ്മതിച്ചു, മുഹമ്മദിനെയും അള്ളാഹുനെയും അനുസരിക്കണമെന്ന് പറഞ്ഞു, സമ്മതിച്ചു. ഇവിടുത്തെ ചോദ്യം ഇതാണ്, പ്രസക്തമാണ്. ഖുറാനിനകത്ത് ഈ അള്ളാഹു മുഹമ്മദ് ആയത്തിറക്കി കൊടുത്തു 3 നേരം.
അതിനുശേഷം നിങ്ങൾ തന്നെ പറയുന്നത് പോലെ മുഹമ്മദ് ഇങ്ങനെ യാത്ര ചെയ്ത് ഏഴാകാശത്ത് എന്ന് അള്ളാഹുവിനെ കാണുന്നു. പക്ഷെ അവിടെ ആദ്യം കൊടുത്ത എത്രയാ? 50 നേരം. പിന്നെ ഈ 5 നേരം ആക്കിയത് ആര് കാരണമാ? മൂസ കാരണം. അപ്പൊ ഈ 3 നേരം അതിനു മുമ്പ് ഇറക്കി കൊടുത്ത കാര്യം അള്ളാഹുവിന് അറിയില്ലായിരുന്നോ? അപ്പൊ അള്ളാഹുവിന്, ഇതാ ഞാൻ ചോദിച്ചത്, അള്ളാഹുവിന് സ്ഥിരകാല ബോധം ഇല്ലായിരുന്നോ? ഈ ചോദ്യത്തിന് താങ്കൾക്ക് ഉത്തരമുണ്ടോ ഇല്ലയോ? അതല്ലേ പറഞ്ഞ സുഹൃത്തെ, നിങ്ങള് കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഖുർആൻ എന്താണ് എന്ന് നിങ്ങൾ ആദ്യം ഖുർആനെ കുറിച്ച് മാത്രം പഠിക്കുക, എന്റെ എന്നിട്ട് ഹദീസിനെ കുറിച്ച് മാത്രം എന്റെ പഠിക്കുക. എന്റെ അപ്പൊ പൊന്ന് മനസ്സിലാവും താജുദ്ദീൻ, എന്താണ് ഖുർആൻ, എന്താണ് താജുദ്ദീൻ ഭായ്, ഹദീസ് നിങ്ങൾക്ക് മനസ്സിലാവും. താജുദ്ദീൻ അല്ല ഭായ്, നിങ്ങൾക്ക് പറഞ്ഞ ഈ താജുദ്ദീൻ ഭായ് പ്ലീസ്. താജുദ്ദീൻ ഭായ്, രാജാ ഈ പറയും. നിങ്ങളുടെ അക്ബർ ഞങ്ങളോട് പഠിക്ക് എന്ന് പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഇത്ര അനുഭവിക്കുന്നത്. ഇനിയും ഞങ്ങൾ പഠിച്ചാൽ നിങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും? ഈ ഒരു കുഴപ്പമില്ല. വഴിയൊക്കെ പിള്ളേരോട് പോയി പറയുന്നത് പോലെ പഠിക്ക്. ഞങ്ങൾ പഠിച്ചത് കൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഈ നിലയിലായത്. ഇന്ന് ആൾക്കാർ നിങ്ങളെ കാണുമ്പോഴേ ചിരിക്കുന്നത്. ഞങ്ങൾക്ക് തന്നെ സഹതാപം തോന്നി തുടങ്ങി ഇപ്പൊ നിങ്ങളോട്, നിങ്ങളുടെ സ്ഥിതി ഓർത്തിട്ട്. അപ്പൊ ദയവ് ചെയ്ത് ഇനിയും ഞങ്ങളോട് പഠിക്ക് എന്ന് പറയല്ലേ. ഇന്ന് നിങ്ങളുടെ ഏതൊരു ഉസ്താദിനെക്കാട്ടിലും നന്നായിട്ട് ഞങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം. ഇനിയും പഠിച്ചാൽ ചിലപ്പോൾ ഞങ്ങൾ അള്ളാഹുവിനെക്കാട്ടിലും വിവരം വെക്കും, അതറിയോ? അതുകൊണ്ട് അതൊന്നും പറയല്ലേ. സത്യത്തിൽ രാജ, നിങ്ങൾക്ക് ഒന്നും അറിയില്ല. നിങ്ങൾ കുട്ടികളാണ്, നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ പഠിക്കുക, പഠിക്കാൻ ഞങ്ങളുടെ അറിവ് ഖുർആനെ കുട്ടികൾ തന്നെ മാത്രമേ ഉള്ളൂ. ബേസിക് ആയിട്ട് പഠിക്കാൻ എന്നിട്ട് എത്ര ശ്രമിക്കുക. ഉണ്ടെങ്കിൽ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അല്ലാതെ എന്താ അതിന്റെ ഏതെങ്കിലും സ്ഥിതി? അന്ധനും താജുദ്ദീൻ അടകൊണ്ണം പറയട്ടെ, പറഞ്ഞ കേട്ടിട്ട് നിങ്ങൾ പറയരുത്. താജുദ്ദീൻ പറയട്ടെ, താജുദ്ദീൻ പറയൂ. സോൾജിയർ, ആലി സിസ്റ്റർ പറഞ്ഞോളൂ. താജുദ്ദീൻ ഒരു സെക്കൻഡ്. ഞാനൊരു ഹദീസ് വായിക്കാം. വായിക്കൂ. ഇദ്ദേഹം പറയുന്നത് നമ്മൾ പഠിക്കണമെന്നല്ലേ. ഇദ്ദേഹം കൂടി ഇരുന്ന് കേൾക്കട്ടെ. അത് ഈ ആരുടെ എന്ന് പറയണ്ട, അലി സിസ്റ്റർ ആരുടെ എന്ന് പറയണ്ട, വായിച്ചാൽ മതി. അതിനുശേഷം നമുക്ക് അവസാനം പറയാം. ആരുടെ എന്ന് പറയണ്ട. വായിച്ചോളൂ. ഓക്കെ. അല്ലാഹുവിന്റെ അപ്പസ്തോലൻ പറഞ്ഞു, ഞാൻ മക്കയിലായിരിക്കുമ്പോൾ എന്റെ വീടിന്റെ മേൽക്കൂര തുറക്കപ്പെട്ടു. ജിബ്രീൽ ഇറങ്ങി എന്റെ നെഞ്ച് തുറന്ന് സംസം വെള്ളം കൊണ്ട് അത് കഴുകി. പിന്നെ അവൻ ജ്ഞാനവും വിശ്വാസവും നിറഞ്ഞ ഒരു സ്വർണ്ണ ട്രേ കൊണ്ടുവന്ന് അത് എന്റെ ഉള്ളിൽ ഒഴിച്ചു. അപ്പൊ ഇദ്ദേഹത്തിന് ജ്ഞാനവും വിശ്വാസവും ഇല്ലായിരുന്നു. അപ്പോ പുതിയതായിട്ട് ഇറക്കുമതി ചെയ്തതാണ്. അത് നെഞ്ചിന്റെ ഉള്ളിൽ ഒഴിച്ചു. പിന്നെ എന്റെ നെഞ്ച് അവൻ അടച്ചു. അപ്പൊ ഇത് പ്ലാസ്റ്റിക് സർജറിയാണ് കേട്ടോ. എന്നിട്ട് അവൻ എന്റെ കൈ പിടിച്ച് അടുത്തുള്ള സ്വർഗത്തിലേക്ക് എന്നോടൊപ്പം കയറി. ഞാൻ അടുത്തുള്ള സ്വർഗത്തിൽ എത്തിയപ്പോൾ ജിബ്രീൽ സ്വർഗത്തിന്റെ കാവൽക്കാരനോട് പറഞ്ഞു, തുറക്കുക. അപ്പൊ ഗേറ്റ് കീപ്പർ ചോദിച്ചു, ആരാണ്? ഗബ്രിയേൽ പറഞ്ഞു, ഞാൻ ഗബ്രിയേലാണ്. അപ്പോൾ തിരിച്ചു ചോദിച്ചു, നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ? ജിബ്രീൽ മറുപടി പറഞ്ഞു, എന്റെ കൂടെ മുഹമ്മദ് വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ ചോദിച്ചു, അവനെ വിളിച്ചിട്ടുണ്ടോ? അപ്പോൾ ജിബ്രീൽ പറഞ്ഞു, വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഗേറ്റ് തുറന്ന് ഞങ്ങൾ അടുത്തുള്ള സ്വർഗത്തിന്റെ മുകളിലൂടെ പോയി. അതായത് ജിബ്രീല് ഇൻവിറ്റേഷൻ ഒന്നും ഇല്ലാതെയാണ് കൊണ്ടുപോയത്. അല്ലെങ്കിൽ അവിടെയുള്ളവർക്ക് അറിയത്തില്ലേ ഈ മുഹമ്മദ് കൂടെ വരുന്നുണ്ടെന്ന്? എങ്ങനെയെങ്കിലും പോയി. അവിടെ ഒരു മനുഷ്യൻ സ്വർഗത്തിന് മുകളിലൂടെ പോയി. അവിടെ ഒരു മനുഷ്യൻ വലതുവശത്തും ചിലർ ഇടതുവശത്തും ആയി ഇരിക്കുന്നത് ഞങ്ങൾ കണ്ടു. വലത്തേക്ക് നോക്കിയപ്പോൾ അവൻ ചിരിച്ചു, ഇടത്തേക്ക് നോക്കിയപ്പോൾ അവൻ കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സ്വാഗതം ഭക്തനായ പ്രവാചകനെ, ഭക്തനായ മകനെ. ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു, ആരാണ് അവൻ? അപ്പോൾ ജിബ്രീൽ മറുപടി പറഞ്ഞു, അവൻ ആദമാണ്. അവന്റെ വലതും ഇടത്തുമുള്ള ആളുകൾ അവന്റെ സന്തതികളുടെ ആത്മാക്കളാണ്. അവന്റെ വലതുവശത്തുള്ളവർ സ്വർഗത്തിലെ ആളുകളാണ്, ഇടതുവശത്തുള്ളവർ നരകത്തിലെ ആളുകളാണ്. വലതുവശത്തേക്ക് നോക്കുമ്പോൾ അവൻ ചിരിക്കുന്നു, ഇടതുവശത്തേക്ക് നോക്കുമ്പോൾ അവൻ കരയുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇങ്ങനെയുള്ള ഒരു മിനിറ്റ്, ഞാനിപ്പോ ഈ താജുദ്ദീൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഹദീസുകൾ ഉണ്ട് 5 തവണ എന്നാൽ ഞാൻ ഹദീസുകളിൽ 3 തവണ പ്രാർത്ഥിക്കുന്നതിനെ പറ്റിയിട്ടുള്ള സഹീഹ് മുസ്ലിമിന്റെ ഹദീസുകൾ ഞാൻ തരട്ടെ? താജുദ്ദീൻ 3 തവണ പ്രാർത്ഥിക്കുന്നതിന്റെ സഹീഹ് മുസ്ലിമിൽ നിന്ന് ഞാൻ ഒരു 3 ഹദീസെങ്കിലും ഞാൻ തരാം. വേണോ താജുദ്ദീനെ? താങ്കളിപ്പോ പറഞ്ഞില്ലേ ഹദീസുകള്? ഓക്കെ, ഞാൻ വായിച്ചു തരാം. ഒരു മിനിറ്റ് എടുത്തോട്ടെ.
Sahih Muslim 1523. Abdullah bin Shaqiq al-Ukaili reported, a person said to Ibn Abbas, as he delayed the prayer, he kept silent. He said again, prayer. ഒരു മിനിറ്റ്. He kept silent. He said again, prayer. He again kept silent, and he cried, prayer. He again kept silent and said, may you be deprived of your mother. Do you teach us about prayer? We used to combine two prayers during the lifetime of Messenger of Allah. അതായത് 5 നിന്ന് 2 വെച്ച് കമ്പൈൻ ചെയ്ത് 3 ആക്കി പ്രാർത്ഥിക്കുന്നു. ഇനി വേറെ സഹീഹ് മുസ്ലിം തന്നെ 1-5-2-0 ഈ പ്രയർ ഒക്കെ കമ്പൈൻ ചെയ്തിട്ട് 3 ആക്കി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് തന്നെ പറയുന്നുണ്ട് 1-5-1-5 അങ്ങനെ മൂന്ന് ഹദീസുകളില് ഇത് 1-5-2-4, 1-5-2-3, 1-5-2-0 ഇങ്ങനെ 3 ഹദീസുകളില് ഈ 2 പ്രയർ കമ്പൈൻ അത് ചെയ്ത് ശരിക്കൊന്നുകൂടെ ഒറ്റയ്ക്കാക്കിയിട്ട് വായിക്ക്, അങ്ങനെ അപ്പൊ മൊത്തം 3 മനസ്സിലാവും. തവണ ശരിക്കൊന്നുകൂടെ പ്രാർത്ഥിക്കുന്നു. വായിക്ക്. അത് 5 നേരമാണ്. ശരിക്കൊന്നുകൂടെ എന്താ വായിക്ക്. അതായത് ശരിക്കും അത് കൂടെ വായിച്ചില്ല, കസറും അതാ ജമ്മ് ഞാൻ എന്ന് പറയും. വായിച്ചല്ലോ. നിങ്ങൾക്ക് അറിയില്ല, ഞാൻ ഞാൻ പറഞ്ഞുതരാം. താജുദ്ദീൻ ഇടയ്ക്ക് കസറ് കയറല്. ജമ്മ്. താജുദ്ദീൻ മ്യൂട്ട് ചെയ്യൂ, ഇടയ്ക്ക് കയറല്. അതാ ഞാൻ ഒന്നും കൂടി വായിച്ചു. Sahih Muslim 1-5-2-4. Ibn Abbas reported, the Messenger of Allah observed the noon and afternoon prayer together. അതായത് മറ്റേ noon and afternoon prayer together ഒന്നിച്ചാക്കിന്ന്, ഒറ്റ prayer ആക്കിന്ന്, together in Medina without being in a state of fear or in a state of journey. ഇവര് സാധാരണ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്കത് ഒന്നിച്ചാക്കാം, പക്ഷെ നിങ്ങൾ എന്തെങ്കിലും യുദ്ധ സമയത്തോ എന്തെങ്കിലും ഒരു അറ്റാക്ക് നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഒന്നിച്ചാക്കാം എന്നാണ് ഇവർ പൊതുവെ പറയാറ്. പക്ഷെ ഇവിടെ പറയാണ്, ഇത് ഞാൻ വേറെ ഹദീസാട്ടോ വായിക്കുന്നത്, നേരത്തെ വായിച്ചതല്ല. വിത്തൗട്ട് ബീയിങ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഫിയർ ഓർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് ജേർണി. ഇത് മുഹമ്മദ് ഇത് ചെയ്തപ്പോ അദ്ദേഹം അവിടെ പേടിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു, അദ്ദേഹം യാത്രയും ചെയ്യുന്ന സമയമല്ലായിരുന്നു. Abu Zubair said, I asked Zayd why he did that. He said, I asked Ibn Abbas as you have asked me. And he replied that he wanted that no one among his ummah should be put to unnecessary hardship. അതായത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒന്നിച്ചാക്കിയതിന് കാരണം എന്നാ പറയുന്നത്, അതായത് എന്റെ വിശ്വാസി കൂട്ടത്തിൽ ആർക്കും അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന്. അതായത് 5 തവണ നിസ്കരിക്കുന്നതിന്റെ ആവശ്യമില്ലാന്ന്, 3 തവണ മതിയെന്ന്. അതാണ് ഇവിടെ പറയുന്നത്. ഇനി ഞാൻ ഉണ്ടാക്കി പറഞ്ഞാന്ന് പറയല്ലേ താജുദ്ദീനെ.